15ാമത്തെ ദിവസമാണെന്ന്. ഇത് 11ാമത്തെ ക്ലാസ്സാണ്. നമുക്ക് 4 ക്ലാസ് മാറ്റിവെക്കേണ്ടി വന്നു. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ദേഹവിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മളിത് കഴിഞ്ഞിട്ടെടുക്കും. 16 കഴിഞ്ഞിട്ട്, അടുത്ത മാസം 16 കഴിഞ്ഞിട്ടും ക്ലാസ് തുടരും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ശ്രീ ചന്തവിള സുധാകരൻ. നിങ്ങൾക്കെല്ലാം അറിയുന്ന ആളായിരിക്കും. ഞങ്ങൾ തമ്മിലൊരു 10-20 വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ട്. ഗുരുവിൻ്റെ സാഹിത്യം അത് വളരെ കാര്യമായി നിഷ്ഠയായി പഠിക്കുന്ന ഒരാളാണ് ശ്രീ സുധാകരൻ. ജുഡീഷ്യൽ സർവീസ് അല്ലേ, ജുഡീഷ്യൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. നമ്മളെ ചന്തവിള തന്നെയാണ്, കട്ടായിക്കോണത്തടുത്തുള്ള ചന്തവിളയാണ്. പുസ്തകം എഴുതുക, പുസ്തകം ചർച്ച ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പോൾ സാറിൻ്റെ പ്രധാന ഇത്. അതുപോലെ തന്നെ ഒരു പബ്ലിക്കേഷനുമുണ്ട്, ഒരു പബ്ലിഷിംഗ് സ്ഥാപനമുണ്ട്. ഒരുമ എന്ന പേരിലൊരു പബ്ലിക്കേഷനുണ്ട്. പിന്നെ ഒരു അറിയപ്പെടുന്ന കവിയാണ്. നല്ല കവിത ചൊല്ലുന്ന ഒരു കവി, ആ നിലയ്ക്ക് കവിത എഴുതി കവിത ചൊല്ലുന്ന ആളാണ്. ഈ ഒരു ക്ലാസ്സിലേക്ക് വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സമ്മതിക്കുകയും ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എത്തിച്ചേരുകയും ചെയ്തു. ശ്രീ ചന്തവിള സുധാകരൻ സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നതിന് ക്ഷണിക്കുന്നു. ശ്രീനാരായണ പഠന ഗവേഷണ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ ശിശുപാലൻ സാർ, SNM ലൈബ്രറിയിലെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ശ്രീനാരായണ ഭക്തരെ, അഭ്യുദയകാംക്ഷികളെ, കഴിഞ്ഞ 15 ദിവസമായി ഇവിടെ നടന്നു വരുന്ന പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഞാൻ അറിയുന്നു. ഇന്നത്തെ വിഷയം അരുവിപ്പുറം പ്രതിഷ്ഠയും കേരളീയ നവോത്ഥാനവും എന്നതാണ്. ഒരുപക്ഷേ ഇവിടെ സംസാരിച്ചവരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടി പറഞ്ഞു പോയിട്ടുണ്ടാവാം. ഗുരുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളീയ നവോത്ഥാനത്തെയും അതിനുപോത്ബലകമായ അദ്ദേഹത്തിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ മുതലുള്ള പ്രതിഷ്ഠകളും അദ്ദേഹത്തിൻ്റെ കർമ്മ വഴികളെയൊക്കെ കുറിച്ച് പറയാതെ പറയാൻ ആർക്കും സാധ്യമല്ല തന്നെ. ഞാൻ ഗുരുവിനെ കുറേ കാലമായി പഠിക്കുന്ന ഒരാളാണ്, വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഗുരുവിൻ്റെ കവിതകൾ പഠിച്ചതിൻ്റെ ഫലമായി കവിതകളെ ആധാരമാക്കി ഒരു പുസ്തകവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഗുരുവിനെ പഠിച്ചു തീർന്നോ എന്നൊരു ചോദ്യമുണ്ട്. പലരും എന്നെ സംബോധന ചെയ്യുമ്പോൾ, എന്നെക്കുറിച്ച് പറയുമ്പോൾ ഗുരുഭക്തനാണെന്നോ, ഗുരുവിനെ പഠിക്കുന്നയാളാണെന്നോ, ഗുരുവിനെ കൂടുതൽ അറിഞ്ഞയാളാണെന്നോ ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ പഠിച്ചതിനും ഞാൻ വായിച്ചതിനും ഞാൻ അറിഞ്ഞതിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു മഹാനുഭാവനാണ് സാക്ഷാൽ നാരായണ ഗുരു.
ശ്രീനാരായണ ഗുരു ഉയർത്തിവിട്ട സാമൂഹിക നവോത്ഥാന പ്രക്രിയകൾ അതിനെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിനൊരു നവോത്ഥാനം ഇല്ല തന്നെ. ഒരുപക്ഷെ നാം ഇന്ന് അനുഭവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ കുറേ നീങ്ങിക്കഴിഞ്ഞ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യമോ മാനവികതയോ അതിൻ്റെ ആദ്യ തിരി, അതിൻ്റെ ആദ്യ സ്ഫുരണം, ആദ്യ വെളിച്ചം കൊളുത്തിയ മഹാനുഭാവനാണ്. ഒരുപക്ഷേ നാരായണ ഗുരുവിന് മുമ്പ് തന്നെ നവോത്ഥാനത്തിന് ആദി ബീജങ്ങളായ ചില ഘടകങ്ങൾ കേരളീയ സമൂഹത്തിലോ, കേരളം ഉണ്ടായിട്ടില്ല, അന്ന് കേരളമെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും കേരളമായി തീർന്ന ഭൂപ്രദേശത്ത് തുടങ്ങി വച്ചിട്ടുണ്ട്. കുറച്ചുകൂടി തെക്ക് ഭാഗത്ത് വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിനും 5 വർഷം മുമ്പേ മരണപ്പെട്ടയാളാണ് വൈകുണ്ഠസ്വാമികൾ, അയ്യാ വൈകുണ്ഠൻ. ഗുരു 1856 ജനിക്കുമ്പോൾ 1851 മരിച്ചയാളാണ്. കേവലം 42 വർഷം ജീവിച്ചിരുന്ന ആളാണ് അയ്യാ വൈകുണ്ഠൻ. അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ, ഗുരു പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം പ്രതിഷ്ഠിച്ച കണ്ണാടി പ്രതിഷ്ഠ അവിടെ പ്രതിഷ്ഠിച്ച് ഇന്നും ആ ക്ഷേത്രമുണ്ട്. അതിന് തുടക്കം കുറിച്ച ആളാണ്. അയ്യാ വൈകുണ്ഠന്റെ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം, തലപ്പാവ് വച്ച് തലയിൽ കെട്ടുകെട്ടിയ ഒരു ചിത്രമാണ്. ഈ തലയിൽ കെട്ട് എന്ന് പറയുന്നത് സവർണർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു വേഷമാണ്. അത് സവർണർക്ക് മാത്രമല്ല, അവർണർ ഉൾപ്പെടെ പിന്നോക്കക്കാർക്കൊക്കെ ബാധകമാണ് ഈ തലയിൽ കെട്ട്, മേൽമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിൽ കയറുന്ന ആളുകൾ തലയിൽ തോർത്ത് കെട്ടി, തോർത്ത് എന്ന് പറയുന്ന തോർത്ത്, നമ്മൾ പറയുന്ന തോർത്ത് കെട്ടി മാത്രമേ അതിനകത്ത് കയറാവൂ. കാരണം ആ തോർത്ത് കെട്ടി കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആകാരം കണ്ട് ഞാനും വലിയ കേമനാണ്, ഞാനും ഈ സമൂഹത്തിൽ തീരെ ചെറിയ ആളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇന്നും ആ കർമ്മം ആ കന്യാകുമാരി ജില്ലയിലുള്ള വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ആചാരമാണ്. ഞാനിത് ഗുരുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ പറഞ്ഞത്, ചിലരൊക്കെ ഗുരുവിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്, ഗുരു ഒന്നും ചെയ്തിട്ടില്ല, കേരളീയ നവോത്ഥാനം ആരംഭിച്ചതൊക്കെ അയ്യാ വൈകുണ്ഠരിൽ നിന്നാണ്, അതിൻ്റെ ട്രൂ കോപ്പിയാണ്, അതിൻ്റെ പകർപ്പാണ്, അതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത് എന്ന് ചിലരെങ്കിലും എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് അന്തരീക്ഷത്തിലുണ്ട്. അതിനാണ് ഞാൻ ആദ്യം അയ്യാ വൈകുണ്ഠനെ പറഞ്ഞത്. വാസ്തവത്തിൽ ഇനി ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയിലേക്ക് ഞാൻ വരാം പിന്നീട്. 5.5 വർഷക്കാലം മരുത്വാമലയിൽ ഏകാന്ത തപസ് ചെയ്തിട്ടാണ് ഗുരു, ചട്ടമ്പിസ്വാമിയോടൊപ്പമാണ് അവിടെ കയറാൻ പോയെന്നാണ് പറയുന്നത്. കുറച്ച് കയറിയപ്പോൾ, ആ മല കയറിയപ്പോൾ ചട്ടമ്പിസ്വാമി പിന്നോട്ട് പോയി, ഈ മല കയറാൻ പറ്റുന്നില്ല. അങ്ങനെ നാടു തന്നെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താഴെ ഇറങ്ങി വന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ പാമ്പും പഴുതാരയും പുലിയും സിംഹവും ഒക്കെയുള്ള ആ മടയിൽ 5.5 വർഷം തപസ് ചെയ്ത, ഏകാന്ത തപസ് ചെയ്ത ഗുരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അരിപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവിടെ കൂടിയ മനുഷ്യരുമായി സംവദിച്ചു. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ദൈന്യങ്ങൾ, അവരുടെ സങ്കടങ്ങൾ ഇതൊക്കെ കേട്ട ഗുരു അവിടെയും തപസ്സനുഷ്ഠിച്ചു. അന്ന് 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടമാണ് ഏകദേശം. 1850-കൾ. 1888 ഗുരു ഈ ശിവപ്രതിഷ്ഠ സ്ഥാപിക്കുന്നത്. ഈ കാലത്ത് ഗുരുവിനൊരു 10, 30, 32 വയസ്സേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം.
ഈ സാധാരണ മനുഷ്യർക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ ഒരു ആരാധനാ സ്ഥലമില്ല. നമ്പൂതിരിക്കും വളരെ അകലേക്ക് മാത്രം നടക്കാവുന്ന നായർക്കും എത്രയോ അടി അകലെ നടക്കാവുന്ന ഈഴവനേക്കാളും എത്രയോ അടി നടക്കാവുന്ന മറ്റ് ജാതിക്കാർ, ഇതര ജാതിക്കാർ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊരു പുസ്തകമുണ്ട്, ഭാസ്കരൻ ഉണ്ണി എഴുതിയ. ആ പുസ്തകം വായിച്ചാൽ, അതൊരു സവർണനാണ് എഴുതിയത്, അവർണനല്ല. ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് എന്തായിരുന്നു കേരളം, 20-ാം നൂറ്റാണ്ടിനെ അപേക്ഷിച്ച് 19-ാം നൂറ്റാണ്ട് എന്തായിരുന്നു, 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ നിന്ന് എന്തൊക്കെ മാറി, 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ആ 2 നൂറ്റാണ്ടുകളെയും പിന്നിട്ട് നാം എത്ര മാറി, ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പഠിക്കാവുന്ന ചരിത്രങ്ങളാണ് അതൊക്കെ. നല്ല വസ്ത്രം ഉടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ആളാണ്. ഗുരു വാരാണപ്പള്ളിയിൽ പഠിക്കുമ്പോൾ നാരായണ പണിക്കർ അവിടെ വലിയ സമരം നടത്തുകയാണ് ആ കരുനാഗപ്പള്ളി പ്രദേശത്ത്. അങ്ങനെ ഗുരു ഒരു ക്ഷേത്രം ഉണ്ടാകുന്നതിനെ കുറിച്ച്, സാധാരണ മനുഷ്യർക്ക് ആരാധന നടത്താൻ ഒരു ക്ഷേത്രം ഉണ്ടാകുന്ന, ഒരു ഇടം, ഒരു സ്ഥാനം ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കർമ്മമാണെന്ന് ശ്രീനാരായണ ഗുരുവിന് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഉടലെടുത്ത ഒരു കർമ്മമാണെങ്കിലും അത് മറ്റു പലതിൻ്റെയും ചുവട് പിടിച്ചുണ്ടായതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി. ഇന്ത്യൻ നവോത്ഥാനം ഉണ്ടായത് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി. യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായത് 14 മുതൽ 15, 16, 17 നൂറ്റാണ്ടുകളൊക്കെയാണ്. 2-3 നൂറ്റാണ്ടുകൾ ഇളക്കിമറിച്ച ഒരു വലിയ സമരമാണ്, ഒരു റെനൈസൻസ്. കാരണം മതമേധാവിത്വത്തിനെതിരെയുള്ളൊരു സമരമായിരുന്നു അവിടെ. പ്രത്യേകിച്ചും ക്രിസ്തു മതം അവിടെ അതാണല്ലോ. പുരോഹിത വർഗത്തിനെതിരെ അവിടുത്തെ ബുദ്ധിജീവികൾ, കവികൾ, പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ, ശാസ്ത്രകാരന്മാർ, ടെക്നോക്രാറ്റുകൾ ഒക്കെ സംഘടിച്ച് അവർ വായിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി, സമരം ചെയ്യാൻ തുടങ്ങി. മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച് കൂടുതൽ പുരോഗമനാത്മകമായി ചിന്തിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾ നീണ്ട വലിയ വിപ്ലവമാണ് യൂറോപ്യൻ റെനൈസൻസ്, യൂറോപ്യൻ നവോത്ഥാനം. ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ അതറിയാം. അതൊക്കെ കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് രാജാ റാം മോഹൻ റായിയുടെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ, സ്വാമി വിവേകാനന്ദൻ്റെ ഒക്കെ നാടായ ബംഗാളിൽ ഈ റെനൈസൻസിൻ്റെ ആദ്യ വിത്ത് ഉണ്ടായത്, സതി നിർത്തലാക്കിയത് നിങ്ങൾക്കറിയാം. അപ്പോഴും യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്നത് മതത്തെ വെല്ലുവിളിച്ചുകൊണ്ടോ മതത്തെ ധിഖരിച്ചുകൊണ്ടോ ആണ് ഉണ്ടായതെങ്കിൽ, ഇന്ത്യൻ നവോത്ഥാനമാകട്ടെ മതത്തെ ധിഖരിച്ചുകൊണ്ടല്ല ഉണ്ടായത്. സ്വാമി വിവേകാനന്ദൻ പോലും ഹിന്ദുമതത്തിൻ്റെ നന്മകളെ അമേരിക്കയിൽ പോലും ഉറക്കെ പറയാൻ, ഉച്ചൈസ്തരം പറയുവാൻ ശ്രമിച്ചയാളാണ്. പുരോഗമനവാദിയായിരുന്നു വിവേകാനന്ദൻ. പക്ഷേ ഹിന്ദുമതം വിട്ട്, ഹിന്ദുമതത്തിലെ സനാതന മൂല്യങ്ങൾ വിട്ട് രാജാ റാം മോഹൻ റായിക്കോ വിവേകാനന്ദനോ ടാഗോറിനോ പോലും ഒരു നവോത്ഥാനം സ്വപ്നം കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഗുരുവും വിചാരിച്ചു, മതത്തെ ധിഖരിച്ചുകൊണ്ട് ഒരു നവോത്ഥാനം, ദൈവത്തെ ധിഖരിച്ചുകൊണ്ടോ മതത്തെ ധിഖരിച്ചുകൊണ്ടോ ഒരു നവോത്ഥാനം കേരളത്തിലും സാധ്യമല്ല. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഗുരു എന്തിനാണ് ക്ഷേത്രങ്ങൾ കെട്ടിയത് എന്ന് വാഗ്ഭടാനന്ദൻ വരെ ചോദിക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഗുരു പറയുന്നുണ്ട്. അവിടെയാണ് ഗുരുവിൻ്റെ ദീർഘദർശിത്വം. മതത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ മതത്തെ ശുദ്ധീകരിക്കാൻ കഴിയൂ, മതനവീകരണം നടത്താൻ കഴിയൂ.
ജാതിയെ ജാതി കൊണ്ടേ എതിർക്കാൻ പറ്റൂ, മതത്തെ മതം കൊണ്ടേ എതിർക്കാൻ പറ്റൂ എന്ന് മഹാനായ ഗുരു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് നെയ്യാറിൽ മുങ്ങി, ഒരു ദിവസം അർദ്ധരാത്രിയിൽ നെയ്യാറിൽ മുങ്ങി. ഞാൻ കഥ പറയാൻ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്നെക്കാളും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവാം. നെയ്യാറിൽ മുങ്ങി രാത്രി 1:30 മണിക്കാണ് ഒരു വലിയ കുഴിയിൽ മുങ്ങി. ഗുരു മുങ്ങിയപ്പോൾ അവിടെ കൂടി നിന്ന മനുഷ്യർ കരയുകയാണ്. പക്ഷേ കുറെ കഴിഞ്ഞ് പൊങ്ങി വന്ന ഗുരുവിൻ്റെ കയ്യിൽ ഒരു ഉരുളൻ കല്ല്. ആ കല്ലുമായി ഗുരു കണ്ണു തുറക്കുമ്പോൾ ആ അർദ്ധരാത്രി തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന സാധാരണ മനുഷ്യർ അവരുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണീർ കണ്ട് ഈ കല്ലുമായി നിന്ന് ഗുരു കരഞ്ഞു എന്നാണ് ഗുരുവിനെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ ഒരാൾ എഴുതി വച്ചിരിക്കുന്നത്. ഗുരു കരഞ്ഞുപോയി. അത് സന്തോഷം കൊണ്ടാണോ സന്താപം കൊണ്ടാണോ? എല്ലാമാണ്. എന്നിട്ട് ക്ഷേത്രമുണ്ടാക്കി. ക്ഷേത്രം നേരത്തെ ഉണ്ടാക്കിയിരുന്നു. അത് ക്ഷേത്രമെന്ന് പറയാൻ പറ്റുകയില്ല. ഇന്നുമുണ്ടത് ഒരു കുടിലാണ്, ഒരു മൺകുടിലാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ല, സർവരും സ്വതരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ആരെങ്കിലും എഴുതി വച്ചിട്ട് മാതൃകാ സ്ഥാനം ആണ് ഇത്, സ്ഥാനമാം ഇത്. പല പാഠഭേദങ്ങളുമുണ്ട്, പല പാഠഭേദങ്ങളുമുണ്ട്. സ്ഥാനമാം ഇത് എന്നോ സ്ഥാനം ആണ് ഇതെന്ന് പറഞ്ഞാലും അർത്ഥം തെറ്റല്ല. വേണമെങ്കിൽ ക്ഷേത്രമാം ഇത് അല്ലെങ്കിൽ ക്ഷേത്രമാണിത് എന്ന് പറയാമായിരുന്നു. പണ്ട് കണിയാവൻ രാമേന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വൃത്തം തെറ്റുകയില്ല, പ്രാസം തെറ്റുകയില്ല, അർത്ഥം തെറ്റുകയില്ല. വേണമെങ്കിൽ ഗുരുവിൻ്റെ ക്ഷേത്രമാം ഇത് അല്ലെങ്കിൽ ക്ഷേത്രമാണിത് എന്ന് എഴുതിയാലും കറക്റ്റ് ആകുമായിരുന്നു. എന്തുകൊണ്ട് ഗുരു സ്ഥാനമാമിത് അല്ലെങ്കിൽ സ്ഥാനമാണിത്? സ്ഥാനം നോക്കൂ, ക്ഷേത്രത്തിന്, ആരാധനാ സ്ഥലത്തിന് ഗുരു നൽകിയ പേര് സ്ഥാനം, സ്ഥലം, ഇടം എന്നു മാത്രമേയുള്ളൂ. ആർക്കും കയറി വരാം. എത്ര വിശ്വംഭവത്യേകനീടം എന്ന് ടാഗോർ ശാന്തിനികേതനത്തിലെ കവാടത്തിൽ എഴുതി വച്ചതുപോലെ, ഒരു പക്ഷിക്കൂട് പോലെ ഇവിടെ സ്വച്ഛന്തമായി സ്വതന്ത്രമായി ആർക്കും നീടം പോലെ പറന്നെത്താം, കയറി വരാം എന്ന് പറഞ്ഞതുപോലെ, എഴുതി വച്ചതുപോലെ, മതദ്വേഷം, ജാതിഭേദം കടന്നു വരാം. അവിടെ നിന്ന് ആരംഭിച്ചു ഗുരുവിൻ്റെ സാമൂഹിക നവോത്ഥാന പ്രക്രിയയുടെ ആരംഭം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ പല ചിന്തകളാണ്. നാമൊക്കെ പല ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്. കേരളത്തിൽ ക്ഷേത്രങ്ങൾക്ക് ഒരു കുറവുമില്ല. പലതരത്തിലുള്ള ക്ഷേത്രങ്ങൾ, മണിമാളികകളായിട്ടുള്ള ക്ഷേത്രങ്ങൾ, രമ്യഹർമ്മ്യങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. സ്വർണത്തിൽ പൂശിയ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങൾ, തങ്കത്തിൽ പൂശിയ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങൾ, അല്ലാതെയുള്ള വെങ്കല പ്രതിമകൾ. അവിടെയാണ് ഗുരു ഒരു കല്ലെടുത്ത് വച്ചിട്ട് ഇതാണ് ശിവൻ. ഗുരുവിനെ ഉപദ്രവിക്കാൻ, ഗുരുവിനോട് വാഗ്വാദത്തിന്, ഗുരുവിനോട് സമരത്തിന്, സംഘർഷത്തിനെത്തിയ ജാതി ബ്രാഹ്മണരും സവർണ ഹിന്ദുക്കളും, അവരോടൊന്നും ഗുരു കല്ലോ അടിയോ കുന്തമോ കൊടാലിയോ എടുത്തല്ല പോരാടിയത്. ഇതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ വിജയം. അവരോടാരും ഗുരു തർക്കിക്കാൻ പോയില്ല. 924 ഗുരു സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ എഴുതി വെച്ച വാചകം ഇത് പണ്ടേ ഉണ്ടായിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഗുരുവിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം അതാണ്. അവരോടൊക്കെ ഗുരു വളരെ ശാന്തനും സമാധാനവും ഉള്ള മനുഷ്യനായി, സന്യാസിയായി പറഞ്ഞു, ഇത് എൻ്റെ ശിവൻ, ഇത് ഞങ്ങളുടെ ശിവൻ. ഇത് ഈഴവ ശിവനാണെന്ന് പറഞ്ഞതായും പറഞ്ഞില്ല എന്നും ഒരുപാട് വെർഷനുകളുണ്ട്.
ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ചിലരൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, കുമാരനാശാൻ ഗുരുവിനെ കുറിച്ച് എഴുതിയ ജീവചരിത്രത്തിൽ പോലും ഈഴവശിവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും പലരും എഴുതിയ ജീവചരിത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമല്ല. ഞാൻ പിന്നീട് എൻ്റെ ഗവേഷണം കൊണ്ട്, എൻ്റെ പഠനങ്ങൾ കൊണ്ട്, എൻ്റെ വായന കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വായിച്ച കുറേ പുസ്തകങ്ങളിൽ ഇതെൻ്റെ ശിവൻ, ഇത് ഞങ്ങളുടെ ശിവൻ എന്ന് പറയാനാണ് ഇഷ്ടം. ജാതിയെക്കുറിച്ചൊക്കെ, സ്വന്തം ജാതിയെക്കുറിച്ചും സ്വന്തം ജാതിക്കാർ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ഒക്കെ ഗുരുവിന് ഉത്കണ്ഠയുണ്ടായിരുന്നു, സങ്കടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്വന്തം ജാതി ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാരുടെ ഉദ്ധാരണത്തെക്കുറിച്ച്, നവോത്ഥാനത്തെക്കുറിച്ച് ഒക്കെ ഗുരു ആലോചിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ താൻ ഈഴവനാണ്, ഈഴവർ മാത്രമേ എന്നോടൊപ്പം പാടുള്ളൂ, ഈഴവർക്ക് വേണ്ടിയാണ് ശ്രീനാരായണ പരിപാലന ധർമ്മ സംഘമെന്നോ ധർമ്മയോഗമെന്നോ പറയുന്ന SNDP 904 അതിൻ്റെ അടുക്കൽ തന്നെ ഒരു പീഠത്തിൽ സ്ഥാപിച്ചത്. അത് ഈഴവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗുരു ജാതി മതങ്ങളൊക്കെ ഞാൻ വിട്ടിരിക്കുന്നു എന്ന്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ല എന്ന് ഒക്കെ 1920-കൾക്ക് ശേഷം പറയില്ലായിരുന്നു. ഈഴവരാതി പിന്നോക്ക ജനസമൂഹത്തെ മൊത്തത്തിൽ, ചുരുക്കി പറഞ്ഞാൽ ബ്രാഹ്മണാധികാരത്തെ, ബ്രാഹ്മണ്യത്തെ, ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ മാത്രമല്ല, ബ്രാഹ്മണ്യം എന്ന ഒരു സങ്കല്പത്തെയോ ഒരു ആചാരത്തെയോ ഒരു ജീവിത രീതിയെയോ മനുസ്മൃതി വിഭാവന ചെയ്യുന്ന ബ്രാഹ്മണ്യത്തെയോ എന്ന് തന്നെ പറയാം, മുറുകെ പിടിച്ചു ജീവിക്കുവാനും സ്ഥാപിക്കുവാനും ആഗ്രഹിക്കുന്ന ആ വ്യവസ്ഥിതിക്കെതിരെ, ആ വ്യവസ്ഥിതിയെ പിന്താങ്ങുന്ന ആരെയും ഗുരു ശാന്തനും സമാധാനത്തോടും കൂടി എതിർക്കുകയായിരുന്നു. അവിടെ നിന്നും ആ ഒരു ശിവപ്രതിഷ്ഠ കൊണ്ട് മാത്രം ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ അടുക്കൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കലുള്ള ഈ കോലത്തുകര ഉൾപ്പെടെ, മണ്ണന്തല ഉൾപ്പെടെ, തൃശ്ശൂരും തലശ്ശേരിയിലും കോഴിക്കോടും ഉൾപ്പെടെ 60-ൽ പരം സ്ഥലങ്ങളിൽ ഗുരു ആരാധനാ ഇടങ്ങൾ സ്ഥാപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും അകത്ത് നിന്നുകൊണ്ട് മാത്രമേ നവോത്ഥാനം എന്നത് തുടങ്ങി വയ്ക്കുവാൻ കഴിയൂ, യാഥാർത്ഥ്യമാകുവാൻ കഴിയൂ എന്ന് ഗുരുവിന് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഗുരു നിരന്തരം വളരുകയായിരുന്നു എന്നുള്ളതാണ്. വേണമെങ്കിൽ സാധാരണ സന്യാസിമാരെ പോലെ കുറേ അമ്പലങ്ങൾ കെട്ടി അവിടങ്ങളിലൊക്കെ പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തിയിട്ട് ഗുരുവിന് വലിയ ആചാര്യനായി, വലിയ സന്യാസിയായി, ഹിന്ദു സന്യാസിയായി ജീവിക്കാമായിരുന്നു. അതല്ല ഗുരു ചെയ്തത്. എങ്കിൽ അങ്ങനെ ഒരു ഗുരു ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഗുരുവിനെ പഠിക്കില്ല, ചർച്ച ചെയ്യില്ല, സംസാരിക്കില്ലായിരുന്നു. ഞാൻ ഒരിക്കലും പഠിക്കില്ല, ഞാൻ സംസാരിക്കില്ലായിരുന്നു. അങ്ങനെ അല്ലാത്ത ഒരാളായിരുന്നു ഗുരു എന്നതുകൊണ്ടാണ് ഞാൻ വായിക്കാനും പഠിക്കാനും അറിയാനും ആലോചിക്കാനും തീരുമാനിച്ചത് എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത്. അവസാനം ഗുരു സ്ഥാപിച്ച് നിങ്ങൾക്കറിയാം, തൃശ്ശൂര് ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ കുറേ വിഗ്രഹങ്ങളുമായി അവിടുത്തെ ആളുകൾ വന്നു. കാരമുക്കില് ഗുരു പറഞ്ഞു, ഈ ക്ഷേത്രങ്ങളെല്ലാം കൂടി ചാക്കിൽ കെട്ടിയിട്ട് കുളത്തിൽ കൊണ്ടെറിയാൻ പറഞ്ഞു. ഗുരുവാണ് പറയുന്നത്. എങ്ങനെ ചെയ്യും? ചെയ്യാതിരിക്കും. അവർ ചെയ്തില്ല. അവരിതെല്ലാം കൂടെ വാരി കെട്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് ബാക്കിലേക്ക് നീക്കി വെച്ചു. പിന്നീട് ഗുരു ചോദിച്ചു, എന്ത് ചെയ്തു? അപ്പോൾ അത് എറിയാൻ അവർക്ക്, കുളത്തിൽ എറിയാൻ അവർക്ക് വൈമുഖ്യം. ഗുരു പറഞ്ഞു, എനിക്കിതറിയാം നിങ്ങളിത് ചെയ്യില്ല എന്ന്. അവരുടെ ദുഃഖം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു,
ഒരു വിളക്ക് കൊണ്ടുവരൂ, ഒരു വിളക്ക് കൊണ്ടുവരൂ. ഒരു വിളക്ക് പ്രതിഷ്ഠിച്ചു. ഒരു വിളക്ക്, കത്തുന്ന വിളക്ക്, തമസോമ ജ്യോതിർഗമയ. ഈ വിളക്ക് പുറത്തെ വെളിച്ചമല്ല, നിങ്ങളുടെ അകത്തെ വെളിച്ചമായിരിക്കട്ടെ, നിങ്ങളുടെ അന്തർഗതത്തിലെ വെളിച്ചമായിരിക്കട്ടെ. പിന്നീട് അദ്ദേഹം സമാധിയാകുന്നതിനും തൊട്ടടുത്ത വർഷം, തലേ വർഷമാണ് കണ്ണാടി പ്രതിഷ്ഠിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അയ്യാ വൈകുണ്ഠൻ കണ്ണാടി ഗുരു ജനിക്കുന്നതിന് മുമ്പേ കണ്ണാടി പ്രതിഷ്ഠിച്ചു. പക്ഷെ ഗുരുവിൻ്റെ കണ്ണാടി രൂപം കാണാനുള്ള കണ്ണാടിയല്ല. ഗുരു പ്രത്യേകം പറഞ്ഞു, രൂപം നോക്കാനുള്ള കണ്ണാടിയല്ല. ഈ കണ്ണാടിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രതിബിംബത്തെ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തായിരിക്കണം. നോക്കൂ, കേരളത്തിൽ ഇതുപോലെ ക്ഷേത്ര നിർമ്മാണത്തെ, ക്ഷേത്ര ആരാധനയെ, ക്ഷേത്ര സങ്കല്പനങ്ങളെ ഒക്കെ ഇങ്ങനെ ഗുരു തിരുത്തി കുറിച്ചു. എന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? ഇന്ന് നാം ഗുരുവിനെ വിഗ്രഹമാക്കി, ഇന്ന് നാം ഗുരുവിൻ്റെ പേരിൽ ക്ഷേത്രങ്ങൾ കെട്ടി ആരാധിക്കുന്നവരാണ്. നമുക്ക് ഗുരുവിനെ കൊണ്ടാടുന്നുണ്ട്, പക്ഷേ ഗുരുവിനെ നാം മനസ്സിലാക്കുന്നില്ല. ഗുരു എന്തു പറഞ്ഞോ അത് മനസ്സിലാക്കുവാൻ നാം തയ്യാറല്ല. ഗുരു തന്നെ ഇന്നൊരു വിഗ്രഹമായി. വിഗ്രഹങ്ങളെ ഭഞ്ജിച്ച ഗുരു വിഗ്രഹമായി തീർന്നു എന്നൊരവസ്ഥയിലാണ്. ക്ഷേത്രങ്ങളോടൊപ്പം വായനശാലകൾ വേണം, വിദ്യാലയങ്ങൾ വേണം. ഇതാണ് ഗുരുവിൻ്റെ നവോത്ഥാനം. ഇതാണ് ഗുരുവിൻ്റെ നവോത്ഥാനം. ചെറായിയിൽ സഹോദരൻ അയ്യപ്പൻ്റെ നാട്ടിൽ ഒരു വായനശാലയിൽ ഗുരു സംബന്ധിക്കുമ്പോൾ അവിടെ ഗുരു നടത്തിയ വർത്തമാനമുണ്ട്. ആ വർത്തമാനം അത് ഞാനിവിടെ വായിക്കാം. സത്യത്തിൽ അവിടുത്തെ സ്ത്രീകളോടാണ് ഗുരു സംബോധന ചെയ്യുന്നത്. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന ഒരു കാലത്ത്, സ്ത്രീകൾ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൂടാ എന്നൊരു കാലത്ത് ഗുരു സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്. ഇത് എൻ്റെ തന്നെ പുസ്തകമാണ്, അതിൽ ഞാൻ തന്നെ എഴുതിയത്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനൊന്ന് നോക്കുന്നത്. സംസ്കൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ പ്രധാനമായും പ്രചാരത്തിലിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാകുന്നു. അതിനാൽ അതിലാണ് നാം നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. സമുദായത്തിൽ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അവരെ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ പിന്നോട്ട് തള്ളിവിടരുത്. ഏതിൽ? വിദ്യാഭ്യാസത്തിൽ. 1910 ചെറായി വിജ്ഞാനവർദ്ധിനി സഭയിൽ സ്വാമിക്കൊരു മംഗളപത്രം സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ സ്വാമി അവരോട് നൽകിയ വർത്തമാനമാണ്. സ്വാമി വലിയ പ്രഭാഷകനൊന്നും ആയിരുന്നില്ല. സ്വാമി എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ വാഗ്ഭടാനന്ദൻ ചോദിക്കുന്നുണ്ട്, സ്വാമി ഇങ്ങനെ ക്ഷേത്രങ്ങൾ, സ്വാമി അദ്വൈതിയാണല്ലോ, ആ അദ്വൈതിയായ അങ്ങയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ക്ഷേത്രങ്ങൾ കെട്ടി നടക്കുന്നത്? അദ്ദേഹത്തിന് അതിന് ഉത്തരവുണ്ടായിരുന്നു. വാഗ്ഭടാനന്ദൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അദ്വൈതവും
അതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും സ്വാമി? ഗുരു, ജനങ്ങൾ സ്വൈരം തരണ്ടേ? അവർക്ക് ക്ഷേത്രം വേണം, പിന്നെ കുറെ ശുചിത്വമെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് നാം വിചാരിച്ചു. വാഗ്ഭടാനന്ദൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അങ്ങൊരു ആചാര്യനാണ്, അങ്ങയുടെ സിദ്ധാന്തത്തിന് ജനങ്ങളെ വഴക്കിയെടുക്കേണ്ടതല്ലേ? ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അങ്ങ് പോകണമോ, അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് അങ്ങ് ജനങ്ങളെ വഴക്കിയെടുക്കണമോ? ഇതാണ് ചോദ്യം. ഗുരു പറഞ്ഞ ഉത്തരം, നാം ആദ്യകാലത്ത് അവരെ വിളിച്ചു. ആരെ? ഈ സാധാരണ മനുഷ്യരെ വിളിച്ചു. വിളി കേട്ട് ആരും വന്നില്ല. അദ്വൈതവും യോഗസിദ്ധാന്തവും ക്ഷേത്രവിശ്വാസവും തമ്മിലൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിഗ്രഹാരാധനയെ ശക്തിപൂർവം എതിർക്കുന്നു. നല്ലതാണല്ലോ, നാമും നിങ്ങളുടെ പക്ഷത്താണ് എന്ന് വാഗ്ഭടാനന്ദൻ. ഇത് ബ്രഹ്മവധ മഹർഷി എഴുതിയ വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ ഗുരു തർക്കിക്കേണ്ടവരോടൊക്കെ തൻ്റേതായ ഭാഷയിൽ തർക്കിക്കുന്ന ആളായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഗുരുവിൻ്റെ ഏറ്റവും നീണ്ട ഒരു സംവാദം നടക്കുന്നത് 1925 അത് സാക്ഷാൽ CV കുഞ്ഞിരാമനുമായിട്ടായിരുന്നു. നിങ്ങളതൊക്കെ വായിച്ചിട്ടുള്ളതാകാം. കാരണം ഗുരുവിനെ കുറിച്ചുള്ള ഒരുപാട് ലഘുലേഖകളും പുസ്തകങ്ങളിലും ഒക്കെ ഇത് അച്ചടിച്ച് വരുന്നുണ്ട്. ഗുരുവിനെ ഏതെല്ലാം തരത്തിൽ വഴിതെറ്റിക്കാവുന്ന ചോദ്യങ്ങളിലൂടെ അദ്ദേഹത്തോട് തർക്കിക്കാമോ തർക്കിച്ചു കൊണ്ടിരുന്നു CV കുഞ്ഞിരാമൻ. വാഗ്ഭടാനന്ദനും അങ്ങനെയാണ്. ഇതിന് സഹോദരൻ അയ്യപ്പൻ പോലും അങ്ങനെയായിരുന്നു. സഹോദരൻ അയ്യപ്പനെ ഗുരു തൻ്റെ കാലശേഷം തൻ്റെ സ്ഥാപനങ്ങളുടെയൊക്കെ അധികാരിയായി സ്ഥാപിക്കുവാൻ ശ്രമിച്ച ആളാണ്. പക്ഷെ സഹോദരൻ ഒരു സന്ദർഭത്തിൽ അത് സമ്മതിക്കാതെ പോവുകയാണ് ഉണ്ടായത്. പിന്നെയാണ് നടരാജ ഗുരുവിനെ അതൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗുരുവിനെ പല ചോദ്യങ്ങൾ കൊണ്ട് തർക്കിക്കുമ്പോൾ CV കുഞ്ഞിരാമൻ ചോദിക്കുന്ന ചോദ്യത്തിൽ, ഞാൻ ഈ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണിതൊക്കെ പറയുന്നത്? ഗുരു അവസാന കാലത്ത് ഒരുപാട് മാറിയെന്നും മതത്തിനകത്തു നിന്നാലേ മതത്തെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിക്കുകയും ചെയ്ത ഗുരു 915, 16, 17 ആവുമ്പോൾ ഗുരുവിൽ ഒരുപാട് വിപ്ലവം ഉണ്ടാകുന്നുണ്ട്, പരിണാമം ഉണ്ടാകുന്നു, പരിവർത്തനം ഉണ്ടാകുന്നു. അങ്ങനെ നീണ്ട സംഭാഷണം ആ ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്നതിന് ശേഷം, ഈ സർവമത സമ്മേളനം എന്ന് പറയുന്നത് തന്നെ ഇടവരാതി പിന്നോക്കക്കാരെ മതം മാറി പോകാതിരിക്കുവാൻ ഗുരു കാണിച്ച ഏറ്റവും വലിയൊരു തന്ത്രം കൂടിയായിരുന്നു. 920 ബുദ്ധമതം സ്വീകരിക്കുന്നതാണ് ഈഴവരാദികൾക്ക് നല്ലത് എന്ന് ഗുരുവിൻ്റെ ചില ശിഷ്യന്മാർ പറഞ്ഞു. കുമാരനാശാൻ അതിനെ എതിർത്തു. CV കുഞ്ഞിരാമൻ പറഞ്ഞു, അല്ല, ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ് നല്ലത്. കാരണം കുറെ കൂടി അടിക്കടി ഇടിക്കിടി എന്ന് പറഞ്ഞ് നിൽക്കാം, നമുക്ക് ഏറ്റവും മുട്ടാം. മിതവാദി കൃഷ്ണൻ വക്കീലും TK മാധവനും T കേശവനും ഒക്കെ പറഞ്ഞു ബുദ്ധമതം സ്വീകരിക്കുന്നതാണ് നല്ലത്. ഗുരു എന്തു സ്വീകരിക്കണമെന്ന് പറഞ്ഞില്ല. കുമാരനാശാൻ ശക്തമായി വാദിച്ചു. അങ്ങനെയാണ് കുമാരനാശാന്റെ മതപരിവർത്തന രസവാദ സിദ്ധാന്തം ഉണ്ടാകുന്നത്. ആശാൻ ബുദ്ധമതത്തിന് വേണ്ടി കവിത എഴുതിയ ആളാണെന്ന് ഓർക്കണം. കരുണയും ചണ്ഡാലഭിക്ഷുകിയും ബുദ്ധമതത്തിൽ നിന്നും ഇതിവൃത്തങ്ങൾ സ്വീകരിച്ച്
അതിമനോഹരമായ കാവ്യങ്ങൾ എഴുതി ദുരവസ്ഥ, മാപ്പിളലഹളയെ ആസ്പദമാക്കി ദുരവസ്ഥ എഴുതി ക്രൂര മഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നഴും ഏറനാട്ടിൽ. അതിനെ പിടിച്ചുകൊണ്ടാണ് ചിലരിപ്പോൾ ആശാൻ ഹിന്ദുത്വവാദിയായിരുന്നു, ആശാനും ഗുരുവും ഹിന്ദുത്വവാദിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ് എന്ന രീതിയിൽ പോലും രാഷ്ട്രീയ കാലത്ത്, തിരഞ്ഞെടുപ്പ് കാലത്ത് ചിലർ പ്രസ്താവനകൾ വളച്ചൊടിച്ച് ഇവിടെ പ്രചരണം നടത്തി എതിർ പാർട്ടികൾക്ക് വിജയമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഒരു പരിധിയോളം ഗുരു ബ്രിട്ടീഷുകാരെ അംഗീകരിച്ചിരുന്നു, ഇംഗ്ലീഷുകാരെ അംഗീകരിച്ചിരുന്നു. അത് ഞാൻ പറയാം. ഈ നവോത്ഥാനം ഗുരുവിലൂടെ എങ്ങനെ കടന്നു വന്നു എന്ന് പറയുമ്പോൾ നാം ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. കുമാരനാശാൻ ഹിന്ദുമതത്തെ പിന്താങ്ങിക്കൊണ്ട് സിദ്ധാന്തമെഴുതി മിതവാദി പത്രത്തിന് അയച്ചപ്പോൾ മിതവാദി കൃഷ്ണൻ അത് പ്രസിദ്ധീകരിക്കാതെ വന്നപ്പോൾ ആശാന്റെ തന്നെ പത്രമായ വിവേകോദയത്തിൽ അത് പ്രസിദ്ധീകരിച്ചു. ആശാൻ ബോട്ടപകടത്തിൽ മരണപ്പെടുന്നതിനും 1-1.5 വർഷം മുമ്പാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾക്കത് നെറ്റിൽ കിട്ടും, വളരെ സൗജന്യമായി വായിക്കാം. അത് വായിച്ചാൽ ആശാനെ നമ്മൾ തികഞ്ഞ ഒരു ഹിന്ദു വിശ്വാസി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ആശാന്റെ ചണ്ടാലഭിക്ഷി, ഗ്രാമത്തിൻ പുറത്തങ്ങ് വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ട ഹോ ഭീതി വേണ്ട തരികതെനിക്കു നീ. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലയൻ, ഈ രാക്ഷസിയെ ജയിച്ചാൽ ഘോരനാരദ ദ്വാരമടഞ്ഞു എന്നൊക്കെ ഇങ്ങനെയുള്ള ആപ്തവാക്യങ്ങൾ എഴുതിവിട്ട് ബുദ്ധമതത്തെ പ്രോത്സാഹിപ്പിച്ച ആശാൻ ഇങ്ങനെ എഴുതുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഈഴവരാതി പിന്നോക്കക്കാരൊക്കെ SNDP-ക്കാരൊക്കെ ആകെ ചിഹ്ന ഭിന്നമായൊരവസ്ഥ. മതം മാറുന്നതാണ് നല്ലത്, ബുദ്ധമതത്തിൽ പോകുന്നതാണ് നല്ലത്. ഗുരുവിനോടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു, എനിക്ക് ഹിന്ദുമതം അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അത് ബുദ്ധമതം തന്നെയാണ്. അതിനർത്ഥം ഞാൻ ബുദ്ധമതത്തിൽ പരിപൂർണമായി നിമഗ്നനാകുന്നു എന്നുമല്ല എന്ന് ഗുരു പറയുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ മതങ്ങളെയും മതാചാര്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്വൈതാശ്രമത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വാദിക്കാനും ജയിക്കാനുമല്ല എന്ന ഒരു ആപ്തവാക്യം എഴുതി വച്ചിട്ട്, കവാടത്തിൽ എഴുതി വച്ചിട്ട്, ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും സിഖ് മതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ആചാര്യന്മാരെ വിളിച്ചവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അവസാനം ഗുരു അതിന് തീർപ്പ് കൽപ്പിക്കുന്ന മറുപടിയും പറഞ്ഞു. അതിദീർഘമായിരുന്നു ആ മറുപടികളും. അദ്ദേഹം അതിൻ്റെ സ്വാഗതം പറയിച്ച സത്യവ്രത സ്വാമികളെ കൊണ്ടൊക്കെ നടത്തിയ സ്വാഗത പ്രസംഗം തന്നെ എത്രയോ പേജുകളുള്ളതാണ്. അതോടുകൂടി ഒരു പരിധിയോളം ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ആ ചിന്തയിൽ നിന്നും മാറ്റം വന്നു. അതിനുശേഷം ഏകദേശം 5-8 മാസം കഴിഞ്ഞിട്ടാണ് ഈ സി വി കുഞ്ഞിരാമൻ വലിയ വിൽപ്പത്തിയുള്ള ആളാണ്, വലിയ പണ്ഡിതനാണ്, വലിയ കവിയാണ്, വലിയ ഗദ്യകാരനാണ്, വലിയ പത്രാധിപരാണ്, കേരളകൗമുദിയുടെ ഉപജ്ഞാതാവാണ്. കുമാരനാശാന്റെ കവിത വായിച്ചോടുകൂടി അതിന് കവിത എഴുതുന്നില്ല എന്ന് പറഞ്ഞ് കവിത എടുത്ത് നിർത്തിയ ഒരാളുമാണ്. കാരണം ആശാന്റെ കവിത വായിച്ചപ്പോൾ, നളിനിയൊക്കെ വായിച്ചപ്പോൾ സി വി കുഞ്ഞിരാമന് ഞാൻ പിന്നെ കവി എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുകയില്ല എന്ന് സ്വയം തോന്നിയൊരു മനുഷ്യനാണ്. ഗുരുഭക്തനായിരുന്നു, പക്ഷേ ഗുരുവിനോട് എപ്പോഴും തർക്കിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ് സി വി കുഞ്ഞിരാമൻ. ആ സി വി കുഞ്ഞിരാമൻ ഗുരുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഗുരു പറയുന്ന ഉത്തരം, എല്ലാ മതങ്ങളുടെയും ഉദ്ദേശ്യം ഒന്നു തന്നെ, പല മതസാരവും ഏകം, പരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കൊണ്ടറിയാതെ അമർന്നിടേണം.
ചിലപ്പോൾ പാഠഭേദം ഉണ്ടാകാം. കാരണം ഗുരുവിൻ്റെയും ആശാൻ്റെയൊക്കെ കൃതികൾ പലരും പ്രസിദ്ധീകരിച്ച് പല തെറ്റുകൾ, പല പാഠഭേദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ട് 60 വർഷം കഴിഞ്ഞാൽ ആ ഗ്രന്ഥകാരൻ്റെ പുസ്തകം ആർക്കും പ്രസിദ്ധീകരിക്കാം. ആശാൻ്റെ പുസ്തകങ്ങളൊക്കെ വളരെ വലിയ തെറ്റോടുകൂടിയാണ് ഇന്ന് അച്ചടിച്ചിറക്കുന്നത് പല പ്രസാധകരും. പല മതസാരവും ഏകം. അതാണ് ആ ഗുരു അവിടെ പറഞ്ഞത്. ഇത് 1897 എഴുതിയ ആത്മോപദേശതകത്തിൽ തന്നെ പറഞ്ഞതാണ്. അവിടെ തന്നെ ഗുരു നിൽക്കുകയാണ്. എല്ലാ മതങ്ങളുടെയും ഉദ്ദേശ്യം ഒന്ന് തന്നെ. നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴിയെന്നും നടുക്കടലെന്നും ഉണ്ടോ? ജീവാത്മാക്കൾക്ക് ഊർധ്വമുഖത്വം ഉണ്ടാകുവാനുള്ള അധികാരമേ മതങ്ങൾക്കുള്ളൂ. അതുണ്ടായിക്കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ താനേ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികൾ മാത്രമാണ് മതങ്ങൾ. സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല. നോക്കൂ, സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല. മതത്തിന് അവർ പ്രമാണമാണ്. സൂക്ഷ്മം അറിഞ്ഞവർക്ക് മതം പ്രമാണമല്ല. ബുദ്ധമതം പഠിച്ചിട്ടാണോ ബുദ്ധൻ നിർവാണ മാർഗം ഉപദേശിച്ചത്? ഗുരുവിൻ്റെ ചോദ്യമാണ്. ബുദ്ധൻ നിർവാണ മാർഗം ആരാഞ്ഞറിഞ്ഞ് ആ മാർഗം ഉപദേശിച്ചു. അത് പിന്നീട് ബുദ്ധമതമായി. ബുദ്ധന് ബുദ്ധമതം കൊണ്ട് പ്രയോജനം ഉണ്ടോ? ഗുരുവിൻ്റെ ചോദ്യമാണ്. സി വി കുഞ്ഞിരാമനോടുള്ള ചോദ്യമാണ്. ക്രിസ്തുവിന് ക്രിസ്തുമതം കൊണ്ട് പ്രയോജനമില്ല. അതുപോലെ മറ്റു മതങ്ങളെക്കുറിച്ചും പറയാവുന്നതാണ്. എന്നാൽ ബുദ്ധമതം കൊണ്ട് ബുദ്ധമതക്കാർക്കും ക്രിസ്തുമതം കൊണ്ട് ക്രിസ്തുമതക്കാർക്കും പ്രയോജനമുണ്ട്. അതുപോലെ എല്ലാ മതങ്ങളും അതാത് മതാനുയായികൾക്ക് പ്രയോജനമുള്ളവ തന്നെ. ഇങ്ങനെ മതത്തിൻ്റെ തത്വവും ഉപയോഗവും ഒക്കെ പറഞ്ഞ് ഗുരു 916 ആകുമ്പോഴേക്ക് ഗുരു പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജാതി നിരാസം. നമുക്ക് ജാതിയില്ല. 916 പട്ടത്താനത്ത് ഒരു മേസ്തിരിയുടെ, ഞാൻ പേര് മറന്നുപോയി, ഈ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങിൽ ഗുരു നടത്തുന്ന ഒരു വിളംബരമാണ്. നമുക്ക് ജാതിയില്ല. നമ്മൾ ജാതിയില്ല വിളംബരത്തിൻ്റെ 100 വർഷം 2016 ആഘോഷിച്ചവരാണ്. എന്നിട്ടും ജാതി പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊക്കെ നല്ലവണ്ണം അറിയാവുന്നതുമാണ്. അന്ന് ഗുരു പറഞ്ഞു, നമുക്ക് ജാതിയില്ല. നാം ജാതിഭേദം വിട്ടിട്ട് ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 916 എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ച് പ്രവർത്തിച്ചു വരുന്നതായും അതു ഹേതുവാൽ നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്കിട വന്നിട്ടുള്ളതുമാണെന്നറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലിലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതും ആകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ ഗുരു എവിടേക്കാണ് മാറി മാറി പോകുന്നത്? 2 പ്രാവശ്യം ഗുരു സിലോണിൽ പോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1916 17 മറ്റൊന്ന് ഗുരു സമാധിയാകുന്നതിനും 2 വർഷം മുമ്പ് 1928 പോയിട്ട് പിന്നെ ഗുരു ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. വരാതിരിക്കാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം ഗുരുവിന് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. അതിൽ ഈ സി വി കുഞ്ഞിരാമൻ ഉൾപ്പെട്ടിട്ടുണ്ട്. SNDPക്കകത്ത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അവിടെ തന്നെ ബുദ്ധമതം സ്ഥാപിച്ച് ബുദ്ധമതത്തിൽ ഒരു ഡിസേപ്പിളായി ചേർന്ന്
അവിടെ താമസിക്കാൻ ഒക്കെ, അതായത് 915 കഴിയുമ്പോഴേക്ക് ഗുരുവിൽ വന്നൊരു വലിയ മാറ്റമുണ്ട്. ഇങ്ങനെ നിരന്തരം മാറുകയായിരുന്ന ഗുരുവിനെയാണ് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചിലരെങ്കിലും വിചാരിക്കുന്നത് പോലെ ഈ അമ്പലങ്ങൾ മാത്രം കെട്ടി പൂജിച്ച് ആ അമ്പലങ്ങളിൽ കിട്ടുന്ന മോക്ഷപ്രാപ്തി വഴി മതസാഹോദര്യവും മനുഷ്യ സാഹോദര്യവും ജാതി സാഹോദര്യവും ഉണ്ടാകുമെന്നൊന്നും ഗുരു കരുതിയില്ല. ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത്, അതിന് ഒരു പ്രധാനമായി ജാതിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഗുരുവിനെ ഇഷ്ടപ്പെടുന്നത് 1910 ശേഷം ആത്മോപദേശതകം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാവ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പല മതസാരവും ഏകം. അതുപോലെ തന്നെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അപരന് സുഖത്തിന് വരേണം എന്ന് പറയുന്നതിന് അപ്പുറത്തൊരു ഫിലോസഫി ഇല്ല, അപ്പുറത്തൊരു മാർക്സിസം ഇല്ല, അപ്പുറത്തൊരു കമ്മ്യൂണിസം ഇല്ല. കാർൽ മാർക്സിനെ ഒന്നും പഠിക്കാനോ മനസ്സിലാക്കുവാനോ ഒന്നും ഒരുപക്ഷെ ഗുരുവിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ദീർഘദർശിത്വം കൊണ്ട് ഗുരു ശങ്കരാചാര്യരെ മനസ്സിലാക്കിയതുപോലെ തന്നെ കാർൽ മാർക്സിന്റെ സിദ്ധാന്തത്തെയും മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പീഠ ഉറുമ്പിനും, എറുമ്പിനും എന്ന് പറയുന്നുണ്ട് പലതിലും, ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടൊഴിയാത്ത ചിന്തയും എന്ന് പറയുന്നത്. 920 അനുകമ്പാ ദശകം എഴുതുന്നത്. 10 ശ്ലോകമേ ഉള്ളൂ. ഒരു പീഠ ഉറുമ്പിനും വരുത്തരുത്. അതിനപ്പുറത്ത് എന്താ ഉള്ളത്? മനുഷ്യവർഗത്തിന് ആസകലം മോചനം ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാകണം, സമത്വം ഉണ്ടാകണം. ഒരു പീഠ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ. കരുണാകര എന്ന് വിളിക്കുന്നത് കരുണയുടെ ആകരമായിട്ടുള്ള, അല്ലയോ ഈശ്വര, നീ എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് വിളങ്ങണമേ, എന്നെ കൊണ്ട് നീ ചെയ്യിക്കണമേ. ഒരു പീഠ, ഉറുമ്പിന് പോലും ഒരു പീഠ ഉണ്ടാക്കാതിരിക്കണം. അതിലാണ് ഗുരു പറയുന്നത്, അതിലുള്ള അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്ന് ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിടുക ഈ നവാക്ഷരി എന്ന്. അരുളുള്ളവനാണു ജീവി, അതാണ് നവാക്ഷരി. അത് 9 അക്ഷരമുണ്ട്. അരുൾ, അൻപ്, അനുകമ്പ. അരുൾ, അൻപ്, അനുകമ്പ. ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അത് മനുഷ്യ സാഹോദര്യമാണെന്നും അത് സ്നേഹമാണെന്നും ജാതിക്കും മതത്തിനും അപ്പുറത്ത് മനുഷ്യൻ്റെ വിശാലമായ വളർച്ചയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമാണെന്നും ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അടിസ്ഥാനപരമായി മനുഷ്യനുണ്ടായിരിക്കേണ്ടത് സ്നേഹമാണെന്നും ആ സ്നേഹമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസമുണ്ടാകണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നൊക്കെ നാം പഠിച്ചു വച്ചിട്ടുണ്ടല്ലോ. ഗുരു പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഗുരുവിനെ ഇഷ്ടപ്പെടുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയാത്ത ഒരാളാണ് ഗുരു. അതിൽ ഗുരുവിന് അങ്ങേയറ്റം പശ്ചാത്താപം ഉണ്ടായിരുന്നു. 925 മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഗാന്ധി ചോദിച്ചത് ഇംഗ്ലീഷ് അറിയില്ലേ എന്നാണ്. ഗുരുവിന് അതൊരു വലിയ വിഷമമായി തീർന്നു. പക്ഷേ മഹാനായ ഗുരു തിരിച്ചു ചോദിച്ചു, ഗാന്ധിക്ക് സംസ്കൃതം അറിയാമോ എന്ന്. എങ്കിൽ ഞാൻ ഒരു കൈ നോക്കാമെന്നാണ്. പക്ഷേ ഗാന്ധി പറഞ്ഞു അറിയില്ല. അപ്പോൾ കൊള്ളാം, 2 പേർക്കും ഓരോന്നറിയില്ല, സമാസമം. അങ്ങനെ ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കുമാരനാശാനല്ല, കുമാരനാശാൻ അപ്പോഴത്തേക്ക് മരണപ്പെട്ട് കഴിഞ്ഞു. ഇത് മാർച്ച് മാസത്തിലാണ് 925
ആശാൻ അതിന് 1 വർഷം മുമ്പ് മരണപ്പെട്ടു. ആ സർവമത സമ്മേളനം നടക്കുമ്പോൾ പോലും ആശാൻ ജീവിച്ചിരിപ്പില്ല. ആശാൻ മരണപ്പെട്ട് 2-3 മാസം കഴിഞ്ഞിട്ടാണ് സർവമത സമ്മേളനം നടക്കുന്നത് തന്നെ. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചത് മഹാനായ ഗാന്ധി. അതിനൊക്കെ മലയാളത്തിൽ ഉത്തരം പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളിൽ ഗാന്ധിയുമായി അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുവാൻ ഗുരു തയ്യാറായി. അതിനും തൊട്ട് തലേ വർഷം ആരംഭിച്ച് ഏകദേശം 700 ദിവസത്തോളം നീണ്ടു നിന്ന വൈക്കം സത്യാഗ്രഹം നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഇതൊക്കെ ഒരു കൊളുത്തിവിട്ട സമത്വ സങ്കല്പത്തിൻ്റെ അഗ്നിജ്വാല കേരളമെമ്പാടും പരക്കുന്നതിൻ്റെ ലക്ഷണമായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം പോലും. ആ വൈക്കം സത്യാഗ്രഹത്തിൽ ഗുരു പങ്കെടുത്തു. ഗാന്ധി 2-3 പ്രാവശ്യം വന്നു. നമ്പ്യാതിരിയെ കാണാൻ ഗാന്ധി ഇല്ലത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധിക്ക് ഇരിക്കുവാൻ പ്രത്യേകം ഒരു മുറ്റത്തൊരു കുടില് കെട്ടി ഗാന്ധിയെ അകലേക്കിരുത്തിയിട്ട് കിളിവാതിലിനുള്ളിലൂടെ നമ്പ്യാതിരി ചോദിച്ചു, ഗാന്ധിയോട് സംസാരം നടത്തിയെന്നാണ്. ഇന്ന് ആ ഇല്ലം ചെത്തുതൊഴിലാളി ഓഫീസാണെന്ന് പറയപ്പെടുന്നു വൈക്കത്ത്. ഈ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുമല്ലോ. അതെ, AITCയുടെ ചെത്തുതൊഴിലാളി ഓഫീസാണത്. അവിടെ ഇരുന്നു കൊണ്ടാണ് മുറ്റത്ത് ഗാന്ധിയെ ഇരുത്തിയത്. ഗാന്ധി ചോദിച്ചു, നമ്പ്യാതിരി, ഈ പാവങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശം വേണ്ടേ? അവർ നീചജന്മങ്ങളാണ്. നമ്പ്യാതിരി പറഞ്ഞ ചോദ്യം ഉത്തരമാണ്. നോക്കൂ, നമ്മുടെയൊക്കെ പൂർവികർ, നമ്മളുമൊക്കെ അന്ന് ജീവിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ നാം ആലോചിക്കൂ. അവർ നീചജന്മങ്ങളാണ്, അവർ മനുഷ്യരല്ല. അതിനും 100-200 വർഷങ്ങൾക്ക് മുമ്പ് വൈക്കത്ത് കുറെ 200-ൽ ചില്ലുവാനമുണ്ടെന്ന് പറയുന്നു ഈഴവരെ ഒന്നിച്ചു കൊന്നു കുഴിച്ചു മൂടി. അതാണ് ദളവാക്കുളം. അവിടെ കുളം തോണ്ടി. വൈക്കം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ അവിടെയാണെന്ന് പറയപ്പെടുന്നു. അവിടെ നിന്നുകൊണ്ട് കുമാരനാശാൻ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അന്ന് 924 24 ആദ്യം, അതായത് ആശാൻ മരണപ്പെടുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആശാൻ അന്ന് ചോദിച്ചൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷെ ഇവിടെ ആശാൻ അല്ല വിഷയം എന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെ നിന്നാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുപോയത്. അങ്ങനെ ഗാന്ധിയുമായി നമ്പ്യാതിരി തർക്കിക്കുകയും എത്രയോ ദിവസം അവിടെ സന്ധി സംഭാഷണം നടത്തിയിട്ടും ആ നീചജന്മങ്ങളായ മനുഷ്യർക്ക് പ്രവേശനം അനുവദിക്കുകയില്ല എന്ന പിടിവാശിയിൽ ക്ഷേത്രഭരണവും അതിൻ്റെ കാര്യസ്ഥരും നിന്നു. ആ ക്ഷേത്രത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കര് വേഷപ്രച്ഛന്നനായി പൂജ നടത്തിയ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ അയാളൊരു വലിയ പോരാളിയായിരുന്നു. വേഷപ്രച്ഛന്നനായി ബ്രാഹ്മണ വേഷത്തിൽ അകത്ത് കയറി തന്ത്രവിദ്യകൾ പഠിച്ച ആളാണ്. എന്നിട്ട് ബ്രാഹ്മണനല്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അടിക്കാൻ ഓടി രക്ഷപ്പെട്ട്. അങ്ങനെയാണ് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പിന്നീട് ക്ഷേത്രം കെട്ടി അവിടെ പൂജ ആരംഭിച്ചത്. ഈ താന്ത്രിക വിദ്യ പഠിക്കാൻ പോയ ആളാണ്. വലിയൊരു പോരാളിയാണ്. അങ്ങനെ ഗുരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാത്തതിൻ്റെ ദുഃഖം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇംഗ്ലീഷുകാരെ മാനിച്ചിരുന്നു, ബ്രിട്ടീഷുകാരെ മാനിച്ചിരുന്നു. ഗുരു പറയുന്നുണ്ട്, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നൊരു വാക്യമുണ്ട്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ അന്തേവാസികളാണ് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവെന്ന്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അതേ ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്. ഈ കഴക്കൂട്ട് നിയോജക മണ്ഡലത്തിൽ തന്നെ പ്രൊഫസർ നബീസ ഉമ്മാൾ ടീച്ചർ മത്സരിക്കുമ്പോൾ
ആ മുദ്രാവാക്യം ഇളക്കി വിട്ടു. നബിസുമാ ടീച്ചർ രണ്ടാമത് പരാജയപ്പെടുവാൻ കാരണമായത് ആ ഒറ്റ വാചകം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബ്രിട്ടീഷുകാരെ മാനിച്ചിരുന്നു എന്ന് പറയുന്നത് ബ്രാഹ്മണാദി കാലത്ത്, അതായത് ശ്രീരാമാദികൾ രാജ്യം ഭരിച്ചിരുന്നു എങ്കിൽ എനിക്ക് ശംഭൂകന്റെ ഗതി വരുമായിരുന്നു എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. തലകീഴായി ഒരു കാട്ടിൽ തപസ്സു ചെയ്തതിൻ്റെ പേരിൽ വനയാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആരാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ തലകീഴായി, അയാൾ ചണ്ടാളനായതുകൊണ്ടാണ് ഈ കാലിങ്ങനെ മരത്തിൽ കൊളുത്തിയിട്ട് തല താഴേക്കിട്ട് തപസ് ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ ഒരാളിനെ പോലും തപസ് ചെയ്യുവാൻ ശ്രീരാമൻ അനുവദിച്ചില്ല എന്നുകൂടി ഈ രാമായണ മാസം ആഘോഷിക്കുമ്പോൾ, രാമായണം വായിച്ചു പോകുമ്പോൾ നിങ്ങളൊക്കെ വായിക്കണം. അതിനെങ്ങനെ? നമ്മൾ വായിക്കുന്നത് യഥാർത്ഥ രാമായണമല്ലല്ലോ. ഇനി യഥാർത്ഥ രാമായണം ഏതാണെന്നൊരു ചോദ്യമുണ്ട്. അത് വാൽമീകി രാമായണമാണെന്ന് ഞാൻ പറയും. പല ഭാഷകളിൽ, പല ദേശങ്ങളിൽ, പല കാലങ്ങളിൽ നാടോടിപ്പാട്ടിൻ്റെയും അപ്പളപ്പാട്ടിൻ്റെയും ഒക്കെ രീതിയിൽ രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളീയർ വായിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണമേ വായിക്കൂ. അതാണ് ഭക്തരാമായണം. അതാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ദൈവമായ രാമായണം. വായിച്ചോളൂ. പക്ഷെ ശ്രീരാമാദികൾ രാജ്യം ഭരിച്ചിരുന്നു എങ്കിൽ നമുക്ക് സന്യാസം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുവാനുള്ള തിരിച്ചറിവാണ് ഗുരു പ്രയോഗിച്ചത്. ആ ഗുരുവാണ് നവോത്ഥാന നായകൻ എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഗുരു അയച്ചത്. ഇംഗ്ലീഷ് ഗുരുവിന് പഠിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ചെറായിയിൽ 1910 നടത്തിയ വർത്തമാനത്തിൽ ഗുരു സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ സംസ്കൃതം ഇനി പഠിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരുപാട് സംസ്കൃതം പഠിച്ച ആളാണ്. ആധുനിക ഭാഷ, ലോകഭാഷ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എല്ലാവരും നേടണം. സഹോദരൻ അയ്യപ്പൻ BA BL ആയത്, സഹോദരൻ BA പാസ്സായതും ഗുരുവിൻ്റെ കാശിൽ. എന്നിട്ട് സഹോദരന് നിയമം പഠിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും നിയമം പഠിക്കാൻ നിർബന്ധിച്ച് തിരുവനന്തപുരം ലാ കോളേജിൽ അയപ്പിച്ചതും ഗുരു എടുത്തു കൊടുത്ത പണക്കിഴി കൊണ്ടാണെന്ന് സഹോദരൻ അയ്യപ്പൻ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. എന്തിനേറെ, കായിക്കര നിന്നും 10-17 വയസ്സുള്ളപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന കുമാരുവിനെ വേണമെങ്കിൽ തൻ്റെ ചിന്നസ്വാമിയാക്കി അരിപ്പുറത്തും തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകളിലുമൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൻ്റെ ആശ്രിത വത്സലനായി കൊണ്ട് നടക്കാമായിരുന്നു. തന്നെ പോലെ സംസ്കൃതം മാത്രം പഠിച്ച്. അതല്ല നവോത്ഥാന മൂല്യങ്ങളുള്ള ശ്രീനാരായണ ഗുരു ചെയ്തത്. ഡോക്ടർ പൾപ്പുവിനെ കൊണ്ട് കുമാരനാശാനെ പഠിപ്പിക്കാൻ വേണ്ടി ഉപരിപഠനത്തിന് ബാംഗ്ലൂരും ചെന്നൈയിലും പിന്നെ കൽക്കട്ടയിലും ഒക്കെ പോകേണ്ടി വന്നു, അയക്കേണ്ടി വന്നു. ഒരിടത്തും ആശാൻ പരീക്ഷ പാസ്സായിട്ടില്ല, പാസ്സാകാൻ കഴിഞ്ഞില്ല. അവിടെ പ്ലേഗ് ബാധിച്ചു. പാസ്സായോ പാസ്സായില്ലേ എന്നുള്ളതൊന്നും ആശാന് പ്രശ്നമല്ല. ആശാൻ കവികളിൽ വലിയ കവിയായി, വിശ്വമഹാകവിയായി, മലയാളത്തിൻ്റെ വിശ്വമഹാകവിയായി ഇന്നും വിരാജിക്കുന്നു. ഒരുപക്ഷേ ശ്രീനാരായണ ഗുരു കൊളുത്തിവിട്ട അരുൾ അൻപ് അനുകമ്പ, ഈ അരുളു അൻപും അനുകമ്പയും അത് വീണപൂവ് മുതൽ ആശാൻ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആശാന്റെ ഓരോ വരിയിലും, ഇവിടെ നിങ്ങൾ ചൊല്ലിയ ആ കീർത്തനം പോലും ആദ്യം ഗുരുവിനെ കുറിച്ച് ആശാൻ എഴുതിയതാണ്. അങ്ങനെ ആശാൻ നല്ലവണ്ണം മനസ്സിലാക്കുകയും ആശാൻ പിന്നെ ഉപരിപഠനം നടത്തുകയും ബാംഗ്ലൂരിൽ പോയി നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടു. ഇംഗ്ലീഷ് ധാരാളം പഠിച്ചു. ആ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വന്നിട്ട് ആശാൻ മലയാളത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയും നിലവാരത്തിനനുസരിച്ച് പുതുമകളാണ് സൃഷ്ടിച്ചത്.
മലയാളത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയും കേരളീയ കവിതയുടെയും ബേസ്മെൻറ്റിൽ നിന്നുകൊണ്ട് നവോത്ഥാന കവിതയാണ്, നവോത്ഥാന സാഹിത്യത്തെയാണ് ആശാൻ പ്രോദ്ഘാടനം ചെയ്തത്. ഇങ്ങനെ ഗുരുവിൻ്റെ ഇടപെടൽ വഴി ഇംഗ്ലീഷ് പഠിക്കുവാൻ, അതുപോലെ തന്നെ മറ്റൊന്ന്, എല്ലാവരോടും ഗുരു അവസാന കാലത്ത് പറഞ്ഞു, കച്ചവടം ചെയ്യണം, വ്യവസായം ചെയ്യണം, വാണിജ്യം ചെയ്യണം, കൃഷി ചെയ്യണം. സംസ്കാരം, ശാസ്ത്രം, കൃഷി. ശിവഗിരി തീർത്ഥാടനത്തിൽ ഗുരുവിന് തീർത്ഥാടനം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഗുരു സമാധിയായി 3-4 വർഷം കഴിഞ്ഞിട്ടാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. പക്ഷേ ഗുരുവിൻ്റെ സമാധിക്കും ഏകദേശം കുറച്ചു കാലം മുമ്പ് ഗുരു കോട്ടയത്ത് ഒരു ക്ഷേത്ര അങ്കണത്തിൽ വിശ്രമിക്കുമ്പോഴാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ആശയങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടാകുന്നത്. ആ ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാർ നേതൃത്വം കൊടുത്തപ്പോൾ ഗുരു അതിനെ സർവാത്മന സ്വാഗതം ചെയ്തു. അതിൽ നിന്ന് മാത്രം നമുക്ക് ഗുരുവിൻ്റെ നവോത്ഥാനത്തെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂറോപ്യൻ നാഗരികതയും യൂറോപ്യൻ റെനൈസൻസും സ്വാധീനം ചെലുത്തി ഇന്ത്യയിലുണ്ടായ നവോത്ഥാനത്തെയും ആ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി വന്ന കേരളീയ നവോത്ഥാനത്തെ എങ്ങനെയാണ് ഭാവി കേരളത്തിന് ഫലപ്രാപ്തിയിൽ എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഗുരുവിന് നല്ല ബോധമുണ്ടായിരുന്നു, ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരു 6 വിഷയങ്ങൾ പറഞ്ഞത്. ഒരു ഗുരുവും പറഞ്ഞിട്ടില്ല. ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് നാം പറയുന്നുണ്ട്. ചട്ടമ്പിസ്വാമിയെ ഒരിക്കലും ഞാൻ താഴേക്കിടയിൽ നിർത്തി പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഇതുപോലെ അമ്പലങ്ങൾ സ്ഥാപിച്ചില്ല, ഇതുപോലെ മഠങ്ങൾ സ്ഥാപിച്ചില്ല. സവർണാധിപത്യത്തെ അദ്ദേഹവും വെല്ലുവിളിച്ചു, കുറെ എഴുതി, വേദാധികാര നിരൂപണമൊക്കെ നടത്തി. ചിലരൊക്കെ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനായിരുന്നുവെന്ന്. തെറ്റാണ്, പരമ ശുദ്ധ അസംബന്ധമാണ്. ശ്രീനാരായണ ഗുരുവിനെ തൻ്റെ സതീർത്ഥ്യനായി തക്കാടയ്യ ഗുരുവിൻ്റെ സന്നിധിയിൽ 2 പേരും കൂടി പഠിക്കാൻ പോകുന്നു. 2 പേരും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലുമായിരുന്നു കഴിഞ്ഞത്. അങ്ങേയറ്റം ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു സാക്ഷാൽ ചട്ടമ്പിസ്വാമികൾ. ഞാൻ പഠിച്ച ചട്ടമ്പിസ്വാമിയിൽ നിന്ന് അങ്ങനെയാണ്. പക്ഷെ ചട്ടമ്പിസ്വാമിയേക്കാൾ ശ്രീനാരായണ ഗുരുവിനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം, ഞാൻ മനസ്സിലാക്കാൻ കാരണം, നവോത്ഥാനത്തിൻ്റെ ഉത്കൃഷ്ടമായ മാതൃക, ചാതുർവർണ്ണ്യത്തെ ധിഖരിച്ചുകൊണ്ട്, മതാധികാരത്തെ ധിഖരിച്ചുകൊണ്ട്, ജാതിബോധത്തെ ധിഖരിച്ചുകൊണ്ട്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, അവനവനെ തന്നെ പഠിച്ചാൽ പോലെ അവരന് സുഖത്തിനായി വരേണം. അവൻ, ഇവൻ, മറ്റവൻ, മറിച്ചവൻ എന്നൊക്കെ പറയുമല്ലോ. നീ ബ്രാഹ്മണനാണ്, നീ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നെഴുത്തച്ഛൻ അതിനു മുമ്പ് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ടല്ലോ. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആട്യോഹം എന്ന അമ്രേടിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല. നിങ്ങൾ വായിക്കുന്ന രാമായണത്തിൽ അതുണ്ട്. എന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, മണ്ണിനു കീഴിൽ കൃമികളായി പോയിട നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വമാംസ രക്താസ്തി വിൻമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മയാമയമായി പരിണാമിയാമൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ എന്ന് ശ്രീരാമനെ കൊണ്ട് ലക്ഷ്മണനോട് നടത്തുന്ന ലക്ഷ്മണോപദേശമുണ്ട്. നീ ബ്രാഹ്മണനാണ്, നീ ക്ഷത്രിയനാണ്, നീ വൈശ്യനാണ്, നീ ശൂദ്രനാണ് എന്നൊക്കെ നീ പറഞ്ഞിരിക്കുമ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല, നമ്മൾ മരിക്കും. അതിനെയാണ് അങ്ങനെ പറയുന്നത്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിക്കും. ചിലരുടെ ശവശരീരം ജന്തുക്കൾക്ക് എറിഞ്ഞു കൊടുക്കും. ചിലർ മണ്ണിനു കീഴിൽ കൃമികളായി പോകും കുഴിച്ചിട്ടാൽ.
ചിലർ വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോകും. എണ്ണീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം, പുകയാകാം എന്ന് പിൽക്കാലത്ത് വയലോപ്പള്ളി പന്തങ്ങൾ എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. പുരുഷായുസ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ആയുസ് മാത്രമല്ല, പുരുഷൻ്റെയും സ്ത്രീയുടെയും മനുഷ്യായുസ്. എണ്ണീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം, പുകയാകാം. അതുപോലെ മനുഷ്യൻ ഇങ്ങനെ ചമഞ്ഞു പോകാം. അതിനാൽ ഇതൊന്നുമല്ല ജീവിതം. ജീവിച്ചിരിക്കുമ്പോൾ ഉത്തമ മനുഷ്യനായി ജീവിക്കുക. അതിന് വേണ്ടത് സാഹോദര്യമാണ്, സമഭാവനയാണ്. ഇത് ഉച്ചൈസ്തരം പറയുവാൻ എപ്പോഴും ശ്രമിച്ച ആളാണ്. ജാതി നിർണയം, ഗുരു ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജാതി നിർണയത്തിൽ ഗുരു പറയുന്നുണ്ട്. 914 എഴുതിയ 2 കാവ്യമാണ് ജാതി നിർണയവും ജാതി ലക്ഷണവും. തീരെ മോശക്കാരനല്ല ഗുരു. ഓരോന്നിനെക്കുറിച്ചും ഗുരുവിന് നല്ല ബോധമുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ പ്രതിഷ്ഠ നടത്തി. നിങ്ങളൊക്കെ ഈ പ്രതിഷ്ഠയെക്കുറിച്ച് മാത്രമേ അറിയൂ. നാരായണമൂർത്തേ നാരായണമൂർത്തേ എന്ന് നിങ്ങൾ ഗുരുവിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഗുരു ദൈവമായിരുന്നില്ല. നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള ഉത്കൃഷ്ടനായൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യത്വത്തിൽ നിന്നും മനുഷ്യത്വത്തിൻ്റെ പരമകാഷ്ഠയായ ദേവത്വത്തിലേക്ക്, അമരത്വത്തിലേക്ക് എത്തിച്ചേർന്ന സന്യാസിയായിരുന്നു. ആ സന്യാസത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഗുരു ഞാൻ എന്ന് പറയുകയില്ല, നാം, നമ്മൾ എന്നേ പറയൂ. ഇങ്ങനെ പറയുന്നത് തന്നെ ഒരു സവർണൻ അക്കാലത്ത് ആക്ഷേപിച്ചിരുന്നു. മറ്റാരുമല്ല, EV കൃഷ്ണപിള്ള. മലയാളത്തിലെ വലിയ എഴുത്തുകാരനായ EV കൃഷ്ണപിള്ള എന്തിനാണ് ഈ ശ്രീനാരായണ ഗുരു ഇങ്ങനെ നാം, നമ്മൾ എന്നൊക്കെ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവനായ CV രാമൻപിള്ള അതിന് ഉത്തരം കൊടുത്തു. അത് സന്യാസം എന്ന് പറയുന്നത് സാധാരണ ഒരു മാനസിക അവസ്ഥയല്ല. കേവല മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ നിന്നും ഒരു അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക്, ഒരു ദൈവിക സമാപ്തിയിലേക്ക് മനസ്സ് ചെന്നെത്തുന്നൊരു വലിയ തലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനില്ല, നീയില്ല, നാം ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു നാം എന്ന് സംബോധന ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 914 ഈ ജാതി എന്താണ് എന്ന് ഗുരു തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രമാനുഗതമായി ഗുരു വളരുകയായിരുന്നു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയിൽ നിന്നും മുരിക്കുമ്പുഴ നടത്തിയ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് ഓം എന്ന് എഴുതി വച്ചിട്ട് ഒരു പലകയിൽ എഴുതി വെച്ച് പ്രതിഷ്ഠ നടത്തിയ, ഇവിടെ കോലത്തുകര പ്രതിഷ്ഠ, ശിവപ്രതിഷ്ഠ നടത്തിയ, ഇവിടെ ഉണ്ടായിരുന്ന ദേവീക്ഷേത്രം ഇടിച്ചു കളഞ്ഞിട്ടാണ് ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇനി ഗുരുവിൻ്റെ ശിവാഭിമുഖ്യം തന്നെ നമ്മൾ എടുത്താൽ ഈ ഗുരു എഴുതിയ കൃതികളിൽ 1063 കൃതികളിൽ 17ഓളം കൃതികൾ ശിവനെ സ്തുതിക്കുന്നതാണ്. ശിവന് വേണ്ടി, അത് പറഞ്ഞ മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ശൈവാരാധന, ഒരു ദ്രാവിഡാരാധന, ഒരു ദ്രാവിഡ ബോധം. കാരണം കൂടുതൽ കാലം ഗുരു തമിഴ്നാട്ടിലായിരുന്നല്ലോ. ഈ തമിഴ് സംസ്കാരവുമായി ഗുരുവിന് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശൈവ സംസ്കാരത്തെ ഗുരു ഏറെ പഠിച്ചിരുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 910 ശേഷം ഗുരുവിലുണ്ടായ മാറ്റത്തെയാണ് നാം നവോത്ഥാനത്തിൻ്റെ മൂർത്തിഭാവമായി മനസ്സിലാക്കേണ്ടത്. ജാതി നിർണയം, എന്താണ് ജാതി എന്ന് ഗുരു വളരെ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഗുരു തന്നെ ഒരു സഞ്ചരിക്കുമ്പോൾ ഒരു രാജാവ് തൊട്ടപ്പുറത്തെ സീറ്റിലുണ്ടായിരുന്നു, പരിവാരങ്ങളുണ്ടായിരുന്നു. രാജാവാണോ ബ്രാഹ്മണനാണോ എന്ന് ചിലരൊക്കെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മേൽജാതിക്കാരൻ തന്നെയാണ്, വർമ്മയോ ശർമ്മയോ ആരോ ആയിരിക്കും. ഗുരുവിനെ കണ്ടപ്പോൾ നല്ല
വെളുത്ത് സുമുഖനാണ്, സുന്ദരനാണ്. അദ്ദേഹം ബാംഗ്ലൂരേക്ക് പോവുകയാണ് ഗുരു തീവണ്ടിയിൽ. ആരാണ്? പേരെന്താണ്? നാരായണൻ. ഈ നാരായണൻ എന്ന് കേട്ടപ്പോൾ ഈ കേട്ടയാളിന് വാലില്ല. നാരായണൻ നമ്പൂതിരിയില്ല, നാരായണ പിള്ളയില്ല, നാരായണ മൂസതില്ല, നാരായണൻ നായരില്ല. അപ്പോൾ ആരായിരിക്കും? അല്ല, നാരായണൻ എന്ന് പറഞ്ഞാൽ അതെ നാരായണൻ തന്നെ. വീണ്ടും ചോദിച്ചു, മനസ്സിലായില്ല. അപ്പൊ ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല. ഞാൻ ആരാണെന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എങ്കിൽ പിന്നെ ഞാൻ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അതാണ് മനുഷ്യാണാം മനുഷ്യത്വം, ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസവ്യം ഹാ തത്വം വേത്തി കോപിന. ജാതി നിർണയത്തിലെ ആദ്യത്തെ ശ്ലോകം, ഈ ഒറ്റ ശ്ലോകമേ സംസ്കൃതമുള്ളൂ, ബാക്കിയെല്ലാം മലയാളമാണ്. ഗുരു അങ്ങനെയാണ്. ഗുരുവിന് എന്തെഴുതിയാലും സംസ്കൃതമേ വരൂ. ഈ വാഗ്ഭടാനന്ദനുമായി തർക്കം സംസാരിക്കുമ്പോൾ, വാഗ്ഭടാനന്ദൻ സംസ്കൃത വിദ്വാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഗുരു തന്നെ പറയുന്നുണ്ട്, വാഗ്ഭടാനന്ദ സ്വാമികളെ, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, കാരണം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് മലയാളത്തിൽ സംസാരിച്ചു. മലയാളത്തിൽ എഴുതാൻ ഗുരു ആവതും പലതിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരുവിൻ്റെ സംസ്കൃത പാണ്ഡിത്യം അപാരമായിരുന്നു. അതുകൊണ്ട് ഈ ശ്ലോകം മൊത്തം സംസ്കൃതമാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ നാ ബ്രാഹ്മണാതിരസവ്യം ഹാ തത്വം വേത്തി കോപിന. മനുഷ്യനു മനുഷ്യത്വമാണ് ജാതി. നോക്കൂ, ജാതിയെക്കുറിച്ച് ഇതിലപ്പുറം പറയുവാനില്ല. ഗോത്വം, പശുക്കൾക്ക് പശുത്വമാണ്. ചിലർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പശു എന്ന് തന്നെ ഗുരു പറഞ്ഞതെന്താ? കാളയെന്ന് പറയാത്തതെന്താ? പോത്തെന്ന് പറയാത്തതെന്താ? അപ്പോൾ ഗുരു ഹിന്ദുവാണ്. കാരണം പശുവിന് വേണ്ടി വാദിക്കുന്ന കുറേ ആളുകൾ ഇന്നുണ്ടല്ലോ. അപ്പോൾ ഗുരു ഉത്തമനായ ഹിന്ദുവാണ്. പശുവിനെ കാണുന്നത് പോലെ പശു ഒരു സർവ്വസാധാരണമായ വീട്ടുമൃഗമാണ്. അതുകൊണ്ട് പശുവിൻ്റെ മണമുണ്ട്, പശുവിൻ്റെ സ്വഭാവമുണ്ട്. മനുഷ്യന് മനുഷ്യൻ്റെ മണവും ഗുണവുമുണ്ട്. മനുഷ്യൻ്റെ ജാതിയെ ഗുരു പറയുന്നത് മനുഷ്യത്വം എന്ന് മാത്രമാണ്. ഇതാണ് ഗുരുവിൻ്റെ നവോത്ഥാനം, ഇതാണ് ഗുരുവിൻ്റെ മാനവികത, ഇതാണ് ഗുരുവിൻ്റെ റെനൈസൻസ് എന്ന് പറയുന്നത്. ഹാ വേത്തി ബ്രാഹ്മണാതിരസവ്യം. ഈ ബ്രാഹ്മണന്മാരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് ഗുരു പറയുന്നത്. ഹാ വേത്തി കോപിന. ഒരു കാര്യവുമില്ല ഇവന്മാരോട് പറഞ്ഞിട്ട്. ഇവർ എവിടെയും ബ്രാഹ്മണ്യം അന്വേഷിച്ച് നടക്കുകയാണ്. തുടർന്നാണ് ഗുരു പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരാകാരം, ഒരു യോനി. ഇത് സഹോദരൻ അയ്യപ്പൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഗുരു, ഒരു ജാതി അതെങ്ങനെ വരും? പല മതസാരവും ഏകമെന്ന് 1897 എഴുതിയ ആത്മോപദേശ ശതകത്തിലെ വളരെ പ്രഖ്യാതമായൊരു ശ്ലോകത്തിലൂടെ ഗുരു അന്ന് തന്നെ ഡിഫൈൻ ചെയ്തതാണ്. എന്നിട്ടാണ് ഗുരു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 914 ആകുമ്പോഴേക്കും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരാകാരം, ഒരു യോനി, ഒരു രൂപം, ഒരു ഭേദവുമില്ലതിൽ, എല്ലാം ഒന്ന് മതി. ഇവിടെയാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം എന്നൊക്കെ സഹോദരൻ അയ്യപ്പൻ എഴുതി ഗുരുവിനെ വെല്ലുവിളിച്ചത്. ഗുരുവിൻ്റെ കൂടെ നിൽക്കുകയും ഗുരുവിൽ നിന്ന് നേടിയ ഗുരുവിൻ്റെ സഹായം കൊണ്ട് പഠിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആർജിച്ച്
ഗുരുവിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ. 917 ചെറായിയിൽ പന്തിഭോജനം നടത്തി. അങ്ങനെ പുലയൻ അയ്യപ്പൻ എന്ന പേര് കൂടി സമ്പാദിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരന് ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്ന് ചില ശിഷ്യന്മാർ ചെന്ന് ഗുരുവിനോട് പറയുമ്പോൾ ഗുരു പറയുന്നു, ഇതൊന്നും വർത്തമാനത്തിൽ വേണമെന്നില്ല, ഇതൊന്നും എഴുതി വച്ചിട്ടും കാര്യമില്ല. സഹോദരൻ്റെ വർത്തമാനത്തിൽ ഇതൊന്നുമില്ലെങ്കിലും സഹോദരൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. എന്തെന്നാൽ സഹോദരനും ഞാനും പ്രവർത്തിക്കുന്നത് ഒരേ മനുഷ്യനെ കുറിച്ചുള്ള സമത്വ ഭാവനയിലാണ്, നവോത്ഥാന സങ്കല്പത്തിലാണ്. എല്ലാ മനുഷ്യരെയും ഒരുമിച്ചിരുത്തി ആഹാരം കൊടുക്കാനും ഒരുമിച്ചിരുത്തി വേദി പങ്കിടാനും ഒക്കെ കഴിയുന്നത് സഹോദരൻ്റെ സാഹോദര്യം കൊണ്ടാണെങ്കിൽ നാമും ആ സാഹോദര്യത്തെയാണ് പിന്താങ്ങുന്നതെന്ന് പറയുവാനുള്ള മഹത്വമാണ് ഗുരുവിന് ഉണ്ടായിരുന്നത്. ഗുരു ദേവദശകം എഴുതിയപ്പോൾ സഹോദരൻ അതിന് ഓപ്പോസിറ്റായി ഒന്ന് എഴുതി. എന്തായിരുന്നു? സയൻസ് ദശകം. സയൻസ് ദശകം എഴുതി. ആ സയൻസ് ദശകം എഴുതി പാടിപ്പിച്ച ആളാണ് സഹോദരൻ. ഗുരു ദേവദശകം എഴുതിയത് സന്ധ്യാനേരത്ത് കുട്ടികൾക്ക് ചൊല്ലാൻ വേണ്ടിയാണ്. അദ്ദേഹം സമാധിയോടടുത്തപ്പോൾ ദേവദശകത്തിലെ ആഴണം വാഴണം വാഴണം എന്ന അവസാന വരി ചൊല്ലിയാണ് ആ ജീവൻ വെടിഞ്ഞത്, അത് കേട്ടാണ് വെടിഞ്ഞത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഹോദരൻ ദൈവദശകത്തെ അങ്ങേയറ്റം എതിർത്ത ആളാണ്. ദൈവദശകത്തിനെതിരെ പൊതുനിരത്തിൽ പ്രസംഗിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ. ഇതൊരു സാഹോദര്യമായിരുന്നു. ഈ ഗുരുവിനോട് ഒപ്പം നിൽക്കുമ്പോഴും കലഹിക്കുവാനുള്ള ഇടം ഗുരു കൊടുക്കുമായിരുന്നു. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. കലഹിക്കുന്നവരെയും ഗുരു വെറുത്തിരുന്നില്ല എന്നുള്ളതാണ്. തന്നെ അടിക്കാൻ വരുന്നവരെയും തൻ്റെ ശിഷ്യന്മാരെയും തന്നെ നഖശികാന്തം എതിർക്കുന്നവരെയും ഗുരു സ്വീകരിച്ചിരുന്നു. അത് ഉൾക്കൊള്ളുവാനുള്ള മാനവികത ഗുരുവിനുണ്ടായിരുന്നു. അതാണ് സഹോദരൻ്റെ വർത്തമാനത്തിൽ ദൈവമില്ലെങ്കിലും പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്ന് ഗുരുവിന് പറയേണ്ടി വന്നത്. പിൽക്കാലത്ത് ഗുരു സമാധിയായി ശിവഗിരിയിൽ ഈ തീർത്ഥാടനമൊക്കെ ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1968 അതേ വർഷം തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ ഹൃദയ സ്തംഭനം മൂലം നിര്യാതനായത്. സഹോദരൻ അയ്യപ്പൻ ശിവഗിരിയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് അത് വായിച്ചു. അതാണ് ഇവിടെ സാന്ദർഭികമായി പറയുന്നത്. അതിൽ സഹോദരൻ അയ്യപ്പൻ പശ്ചാത്താപരൂപേണ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഗുരുവിനെ വേണ്ടത്ര മനസ്സിലാക്കാൻ പലപ്പോഴും എനിക്ക് കഴിയാതെ പോയി. അദ്ദേഹത്തിൻ്റെ ദൈവ സങ്കല്പത്തെ, ദൈവദശകത്തിലൂടെ അദ്ദേഹം ഉയർത്തിവിട്ട ദൈവ സങ്കല്പത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ സയൻസ് ദശകം എഴുതിയെങ്കിലും അദ്ദേഹം മൈക്കിലൂടെ പറഞ്ഞതാണ്. ഞാൻ ആ ഗുരുവിനോട് ഇവിടെ മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവം ഞാൻ ഉദ്ദേശിച്ച ദൈവമായിരുന്നില്ല. പരാപരാത്മൻ ഭക്തി അഭിഗമ്യൻ ഭവാനെ ആർ കാൺമു, ചരാചര പ്രേമാഞ്ജനം എഴുതിന ചക്ഷുസില്ല ഞാൻ എന്ന് പ്രേമസംഗീതത്തിൽ ഉള്ളൂർ മഹാകവി എഴുതിയില്ലേ? പരസുഖമേ സുഖം എനിക്കു നിയതം, പരദുഃഖം ദുഃഖം, പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലി. നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഇതിലപ്പുറം ഒരു ദൈവം ഇല്ല എന്നാണ് ഗുരു വിശ്വസിച്ചത്.
ഈ ദൈവത്തെയാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിനിധാനം ചെയ്തത്. അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് സഹോദരൻ തന്നെ പശ്ചാത്താപ രൂപേണ പ്രസംഗിച്ചിട്ടുണ്ട് അവസാന കാലത്ത്. ഉള്ളൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ ഉള്ളൂർ മഹാകവി തമിഴ് ബ്രാഹ്മണനായിരുന്നു, ദിവാർ പേഷ്കാരായിരുന്നു, ഇന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് തുല്യം റാങ്കിൽ ജോലി ചെയ്ത ആളാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ. അദ്ദേഹം ശിവഗിരിയിൽ വന്നിട്ടുണ്ട്. ഗുരുദേവന്റെ ആശയ അഭിലാഷങ്ങളിൽ, ആദർശങ്ങളിൽ ഒരുപാട് ആകൃഷ്ടനായ മഹാകവിയായിരുന്നു ഉള്ളൂര്. ബ്രാഹ്മണനാണ് എന്ന് കരുതി അദ്ദേഹത്തെ നിങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. പ്രേമസംഗീതം മാത്രം മതി. ഒരിക്കൽ ഈ പേഷ്കാർ വേഷം ധരിച്ചുകൊണ്ട് അതുവഴി കടന്നു പോകുമ്പോൾ ശിവഗിരിയിൽ കയറി ഉള്ളൂര്. അവിടെ കയറിയപ്പോൾ നിങ്ങൾക്കറിയാം, ശിവഗിരി പോയിട്ടുള്ളവർക്ക് ഒരു 12 മണി 12:30 ആകുമ്പോൾ അവിടെ ഗുരുപൂജ, ഭക്ഷണം കിട്ടും. അദ്ദേഹം ആ കോട്ടും സൂട്ടും ഒക്കെ അഴിച്ചു വച്ചിട്ട് ഗുരുവിൻ്റെ അടുക്കലേക്ക് ഇരുന്നു. അവിടെ ഒരു പന്തി ഭോജനമാണ്. അവിടെ ഒരുപാട് താഴ്ന്ന ജാതിക്കാരായ കുട്ടികളെ, ഈ മൂക്കളെയും ചലവും ഒക്കെ ഒലിപ്പിച്ചു നിൽക്കുന്ന കുട്ടികളെയൊക്കെ അടുത്തിരുത്തി ഭക്ഷണം കൊടുക്കുകയാണ് ഗുരു. അവരുടെയൊക്കെ അടുക്കലേക്ക് മഹാകവി ഉള്ളൂരിനെ ശ്രീനാരായണ ഗുരു പിടിച്ചിരുത്തി. പരിപ്പ് ഒഴിച്ചു, ചോറിട്ട് പരിപ്പ് ഒഴിച്ചു, പപ്പടം വച്ചു. എന്നിട്ട് ഗുരു പറഞ്ഞു, നമുക്കൊരുമിച്ച് പൊടിക്കാം. അങ്ങനെ പൊടിച്ചപ്പോ ഠം എന്നൊരു ശബ്ദം കേട്ടു. ഗുരു ചോദിച്ചു, മഹാകവി ഉള്ളൂരിനോട് പൊടിഞ്ഞോ എന്ന്. ഇത്ര ചോദിച്ചോളൂ ഗുരു. പൊടിഞ്ഞോ എന്ന്. അതിനർത്ഥം ഉള്ളൂരിന് മനസ്സിലായി കാണും, അങ്ങയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അങ്ങുൾപ്പെടുന്ന ജാതി ബ്രാഹ്മണരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചാതുർവർണ്ണ്യ ബോധം പൊടിഞ്ഞോ, പപ്പടം പോലെ പൊടിഞ്ഞോ എന്നാണ്. പാവം, സത്യത്തിൽ മഹാകവി ഉള്ളൂരിന് ബ്രാഹ്മണർക്കിടയിൽ നിന്ന് പോലും ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉള്ളൂരിനെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരിക്കലും ഉള്ളൂർ മഹാകവിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുമാരനാശാന്റെ ദുരവസ്ഥയ്ക്ക് അവതാരിക എഴുതിയ ആളാണ്. ആശാൻ ആദ്യത്തെ പതിപ്പിൽ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ വന്ന് രണ്ടാമത്തെ പതിപ്പിൽ, താമസിച്ചിറക്കിയ പതിപ്പിൽ ഉള്ളൂരിൻ്റെ മുഖവുര ചേർത്താണ് ആ ദുരവസ്ഥ കുമാരനാശാൻ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ സാഹോദര്യം കൊണ്ടു നടന്ന ഒരു ബ്രാഹ്മണനായിരുന്നു, തമിഴ് ബ്രാഹ്മണനായിരുന്നു ഉള്ളൂര്. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ നമ്മുടെ UC കോളേജിലെ അധ്യാപകനായിരുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സമ്പാദിച്ച, അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ, ആലുവ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ചെന്ന ഒരു അധ്യാപകൻ, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി. അതെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കറക്റ്റ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ശ്രീനാരായണീയനായി, ശ്രീനാരായണ ഭക്തനായി, അതിൽ തന്നെ നിമഗ്നനായ ആളാണ്. അദ്ദേഹത്തോടും ഗുരു ഇതുപോലൊരു ചോദ്യം ചോദിച്ചു അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഏകലോകത്തെക്കുറിച്ച്, യുക്തിവാദത്തെക്കുറിച്ച് ഒരുപാട് എഴുതുകയും ചിന്തിക്കുകയും വായിക്കുകയും പഠിച്ച ആളാണ് ഈ പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരംശമെങ്കിലും ജാതിയെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ആ ചിന്തകളെ മൊത്തം ദൂരീകരിക്കുവാൻ തൻ്റെ ഒരായുസ് കൊണ്ട് പരമാവധി ശ്രമിച്ച ഒരാൾ. ഒരു 40 വർഷമേ ഗുരുവിന് കിട്ടിയുള്ളൂ. ഈ 30-32 വയസ്സുള്ളപ്പോഴാണ് ഈ അരിവിപ്പുറം പ്രതിഷ്ഠ ആരംഭിച്ചത്. അവിടെ നിന്ന് ഒരു 72 വയസ്സായപ്പോൾ ഗുരു രോഗബാധിതനായി. 70 വയസ്സിൽ തന്നെ രോഗബാധിതനായി. 72ാമത്തെ വയസ്സിലാണ് തോന്നുന്നു ഗുരു സമാധിയായത്. അപ്പോൾ ഇതിനിടയിൽ ഗുരു ഭാവി കേരളത്തെക്കുറിച്ച്, ഭാവി കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഭാവി കേരളത്തിൻ്റെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, വിവാഹബന്ധത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്,
ഒക്കെ ദീർഘദർശനം ചെയ്യുവാൻ സന്യാസിയായ ഗുരുവിന് കഴിഞ്ഞിരുന്നു. ഞാൻ ചുരുക്കുകയാണ്, ഇത് ചില്ലറ കാര്യമല്ല. ഇതുകൊണ്ടാണ് ഞാൻ ഗുരുവിനെ വായിക്കുന്നത്, ഞാൻ ഗുരുവിനെ പഠിച്ചിട്ടും തീരാത്തത്. കാരണം മറ്റു ഗുരുക്കളൊക്കെ മഠാധിപതികളായി മതത്തിലിരുന്നു കൊണ്ട് ഹിന്ദുയിസം പ്രചരിപ്പിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഹിന്ദുവിനെ ഹിന്ദുവായി തന്നെ ഹിന്ദുത്വയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഗുരു ഹിന്ദുവിൽ നിന്ന് ഹിന്ദുവിനെ എങ്ങനെ മനുഷ്യനാക്കാം? വി.ടി. ഭട്ടതിരിപ്പാട് പിൽക്കാലത്ത് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്പൂതിരിയെ വിളിച്ചിറക്കി കൊണ്ടുവരുവാൻ നാടകം എഴുതിയതുപോലെ, പ്രസംഗിച്ചതുപോലെ, ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു കൊളുത്തിവിട്ട ഈ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെ അഗ്നിജ്വാല തുടർന്നു വന്ന കവികളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും എന്നല്ല, മാനവിക മൂല്യമുള്ള ഹ്യൂമനിസ്റ്റ് വീക്ഷണമുള്ള എല്ലാ കേരളീയരും ഏറ്റുപിടിച്ചു. അതുകൊണ്ടാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടുന്നത്, സംസാരിക്കുന്നത്, വളരെ ശാന്തവും സമാധാനവുമായി സംവദിക്കുന്നത്. എന്നിട്ടും പൂർണ്ണമായി ഗുരുവിഭാവന ചെയ്ത തരത്തിലേക്ക് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും വന്നിട്ടുണ്ടോ? ഗുരുവിൻ്റെ ആൾക്കാരെന്ന് നടിക്കുന്നവർ തന്നെ ഗുരുവിനെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗുരു സ്വന്തം ആളാണ്, ഞാനാണ് ഗുരുവിൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഗുരുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഗുരുവിനെ എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുകയാണ്, വളരെയധികം വിഷമം തോന്നുകയാണ്. ഗുരുവിനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഈ ജാതി ചിന്തയോ മതചിന്തയോ ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഇന്ന് ഗുരുവിനെ വായിച്ചു, ഗുരുവിനെ പഠിച്ചു എന്ന് പറയുന്നവരിൽ അധികം പേരും അവർ ഒരു ജാതിയെ, ഒരു മതത്തെ, ഒരു പ്രത്യേക പ്രവിശ്യയിലുള്ള ആൾക്കാരെ മാത്രം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉദ്ധരിക്കുവാൻ, ഗുരു എന്തെല്ലാം എഴുതി വെച്ചോ, ഗുരു എന്തെല്ലാം പറഞ്ഞു വെച്ചോ, അതിനൊക്കെ വിപരീതമായി മാത്രം പ്രവർത്തിക്കുന്ന ദയനീയമായ യാഥാർത്ഥ്യങ്ങൾ കണ്ട് മനസ്സ് മടുക്കുകയാണ്. ഇതൊക്കെ ഒരിക്കലും ഗുരുവിൻ്റെ പരാജയമായി ഞാൻ കാണുന്നേയില്ല. ഗുരുവിനെ പഠിക്കാത്തത് കൊണ്ടാണ്, ഗുരുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരു പേരൂരു തൊഴിലീ മൂന്നും പോരുമായതു കേൾക്കുക, ആരു നീ എന്നു കേൾക്കേണ്ട, നേരു മെയ് തന്നെ ചൊൽകയാൽ എന്ന് 914 എഴുതിയ ജാതി ലക്ഷണം. പേര് ഊര് തൊഴിൽ. ഈ തീവണ്ടിയിൽ വെച്ച് ഗുരുവിനോട് ചോദിച്ചല്ലോ ആരാണെന്ന്, അതിനുകൂടിയുള്ള ഉത്തരമാണ്. പേര് ഊര് തൊഴിൽ, പേര് ഊര് തൊഴിൽ, പേര്, സ്ഥലം, തൊഴിൽ, ഇത് മൂന്നും ചോദിച്ചാൽ മതി. അല്ലാതെ നീ വെളുത്തിരിക്കുന്നു, നീ നമ്പൂതിരിയാണോ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ പേരിൻ്റെ പുറകിൽ ഒരു വാല്യമില്ല. 85 90 വയസ്സായ ഒരാള്, ഇപ്പൊ അദ്ദേഹത്തിന് 90ഓളം വയസ്സായി, എറണാകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ 3-4 പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പലപ്പോഴും എന്നോട് ചോദിച്ചു, സുധാകരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു സുധാകരനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജാതി പറയുവാനോ, ജാതി എഴുതുവാനോ, ജാതിയെക്കുറിച്ച് സംസാരിക്കുവാനോ, ഒരു സമുദായ സംഘടനയിൽ പ്രസംഗിക്കുവാനോ എന്നെ കിട്ടുകയില്ല എന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. അതെൻ്റെ ശരിയാണ്, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തെറ്റായിരിക്കാം. മനുഷ്യജാതി ഗുരുവിനെ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉൾവെളിച്ചമാണ്. മനുഷ്യജാതിയാണ് ജാതി, അല്ലാതൊരു ജാതിയില്ല. പേരൂര് തൊഴിൽ. ആ രണ്ടാമത്തെ വരി, ആരു നീ എന്നു കേൾക്കേണ്ട,
നേരു മെയ് തന്നെ ചൊൽകയാൽ നിന്റെ ശരീരം തന്നെ നീ ആരാണെന്ന് നിന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് 2 കാലും 2 കൈയുമുണ്ട്, തല ഉയർത്തി കാല് താഴെയാക്കി നടക്കുന്ന ജീവിയെ പറയുന്ന പേരാണ് മനുഷ്യൻ എന്നെങ്കിൽ നിന്റെ മെയ് തന്നെ നീ ആരാണെന്ന് നിന്നെ എടുത്തറിയിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ പേരും ഊരും തൊഴിലും മാത്രം പറഞ്ഞാൽ മതി, ഒരു ജാതിയും നീ പറയണ്ട എന്നു പറഞ്ഞ മഹാവിപ്ലവത്തിൻ്റെ തിരികൊളുത്തിയ ഒരു അവധൂത ജന്മത്തിൻ്റെ പ്രോദ്ഘാടകനാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഗുരുവിനെ പഠിക്കുന്നത്, ഇങ്ങനെ ഗുരുവിനെ കുറിച്ച് സംസാരിക്കും, ഗുരുവിൻ്റെ ആശയം വല്ലോ ഈ ലോകത്തിലുണ്ടോ? അതുകൊണ്ട് ഗുരു പരാജയപ്പെടുന്നില്ല. ഗുരു ഉള്ളത് കൊണ്ടാണ്, ഗുരു എഴുതിയത് കൊണ്ടാണ്, ഗുരു പറഞ്ഞത് കൊണ്ടാണ്, ഗുരു പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഇത്രയും പറഞ്ഞിടത്ത് നിന്ന് തന്നെ ഞാൻ പറയുന്നു, ഞാൻ ഗുരുവിനെ ഒന്നും പഠിച്ചില്ല. പണ്ട് സോക്രട്ടീസ് പറഞ്ഞതുപോലെ ശിഷ്യന്മാരോട്, അവസാനം സോക്രട്ടീസിനോട് ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങേക്ക് എന്താണ് അവസാനമായി പറയാനുള്ളത് വിഷം കൊടുക്കുന്നതിന് മുമ്പ്? ഹെംലോഗ് എന്ന വിഷം. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നേ അറിയൂ, അത് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ഞാൻ ഒരുപാട് ഗുരുവിനെ പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ ഗുരുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, എന്തൊക്കെയോ പറഞ്ഞു. ഇനിയും പറഞ്ഞാൽ തീരാത്ത ദിവസങ്ങൾ, മണിക്കൂറുകൾ. ഗുരുവിൻ്റെ ഓരോ കൃതിയും നമുക്ക് എടുത്തു വെച്ച്, ഓരോ വരിയും വാക്കും എടുത്തു വെച്ചാൽ ഇങ്ങനെ വർണ്ണിച്ചു പോകാവുന്ന തരത്തിൽ ഗുരു നമുക്ക് ലോകാന്തരങ്ങളിൽ, യുഗാന്തരങ്ങളിൽ പഠിക്കാൻ ഉള്ള സംഭാവന ചെയ്തു പോയി. വേറെ ഒരു സന്യാസിയും ഇതുപോലെ എഴുതിയില്ല. അതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം. മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും 60-ൽ പരം കൃതി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60 പദ്യകൃതികളും 3 ഗദ്യകൃതികളും ഗുരു എഴുതി. കുമാരനാശാനിൽ വലിയ കവി വളർന്നുവെങ്കിൽ ആ വളർന്നതിന് കാരണക്കാരൻ ഒരുപക്ഷെ കുമാരനാശാൻ കുമാരു ശ്രീനാരായണനെ കണ്ടെത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ശ്രീനാരായണൻ കുമാരുവിനെ കായിക്കര നിന്നും കൂട്ടിക്കൊണ്ട് അരിയുപ്പുറത്ത് പോയില്ലായിരുന്നു എങ്കിൽ നാം ഇന്നീ ആരാധിക്കുന്ന ഒരു കുമാരുവിനെ, ഒരു കുമാരൻ എന്ന മഹാകവി കുമാരനാശാനെ കാണില്ലായിരുന്നു. അതുകൊണ്ട് കുമാരു ഗുരുവിനെ തൊട്ടത് അതുവഴി കുമാരുവിനെല്ലാം പൊന്നാക്കാൻ കഴിഞ്ഞു. ഗുരുവിനെ പഠിക്കുന്നത് വഴി, ഗുരുവിനെ മനസ്സിലാക്കുന്നത് വഴി നമുക്കൊക്കെ തന്നെ നാം ഇന്ന് ജീവിച്ച ജീവിതത്തിൽ നിന്നും ഒരുപടി നാളേക്ക് മുൻപോട്ട് പോകുവാൻ, മനുഷ്യനെ കൂടുതൽ അറിയാൻ ഗുരു എപ്പോഴും പറഞ്ഞത് സാഹോദര്യത്തെയും അനുകമ്പയെയും കുറിച്ചാണ്. ഇതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ഇതായിരിക്കണം നമുക്കൊക്കെ വേണ്ടത്. സഹിഷ്ണുതയാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ മതം എന്ന് ഞാൻ പറയും. ആരടിക്കാൻ വന്നാലും, ആര് വാദിക്കാൻ വന്നാലും ഇരിക്കാൻ പറയും. അവരോട് പറയും, നിങ്ങളോട് ജയിക്കാനല്ല, നിങ്ങളിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കേൾക്കുക. ഇങ്ങനെ കേൾക്കാനും പറയാനും ശ്രവിക്കാനും തർക്കിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരിടം തന്നിട്ട് പോയ മഹാഗുരുവിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച്, അദ്ദേഹം കൊളുത്തിവിട്ട നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും പറയുവാൻ ഇവിടെ ഇടം ലഭിച്ചതിലുള്ള സന്തോഷത്തിൽ എൻ്റെ ഈ വർത്തമാനം ഇവിടെ അടിവരയിടുന്നു. എല്ലാവർക്കും നമസ്കാരം.